ഓക്കെ, നെക്സ്റ്റ് പോസ്റ്റിംഗ് പീരീഡ്. അതിനോട് കണക്ട് ചെയ്തിട്ട് തന്നെ ഒരു ഓപ്ഷനാണ് പോസ്റ്റിംഗ് പീരീഡ്. ഇതും നമ്മൾ ഈ പറഞ്ഞ വേരിയന്റ് പ്രിൻസിപ്പൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ തന്നെ ആ രീതിയിൽ തന്നെ വരുന്നൊരു കോൺഫിഗറേഷൻ ആണ്. അതായത് വേരിയന്റ് പ്രിൻസിപ്പളിന്റെ കോൺസെപ്റ്റ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു, ഒരു വേരിയന്റ് നമ്മൾ ഡിഫൈൻ ചെയ്യണം, അതിനകത്ത് വാല്യൂ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യണം, അതിനുശേഷം അതെവിടെയാണോ അസൈൻ ചെയ്യേണ്ടത് അത് അസൈൻ ചെയ്യണം. ഇപ്പോൾ V3 കേസിൽ V3 എന്നൊരു വേരിയന്റ് ക്രിയേറ്റ് ചെയ്തു ഓൾറെഡി SAP. അതിനകത്തുള്ള വാല്യൂസ് നമ്മൾ കണ്ടു, അതിനകത്ത് അത് ഇയർ ഡിപ്പെൻഡൻ്റ് ആണോ ഇയർ ഇൻഡിപെൻഡൻ്റ്, അങ്ങനെ കുറേ കോൺഫിഗറേഷൻ കണ്ടു. അതിനുശേഷം ആ V3 എന്ന വാല്യൂ നമ്മുടെ കമ്പനി കോഡിൽ അസൈൻ ചെയ്യുമ്പോൾ ആ ഒരു സെറ്റ് ഓഫ് കോൺഫിഗറേഷൻ നമ്മുടെ കമ്പനി അഡോപ്റ്റ് ചെയ്യുന്നു. ഇതാണ് രീതി. അതേ രീതിയിൽ വരുന്ന മറ്റൊരു ഓപ്ഷനാണ് പോസ്റ്റിംഗ് പീരീഡ് വേരിയന്റ്. പോസ്റ്റിംഗ് പീരീഡ് വേരിയന്റ് ഫിസിക്കൽ വേരിയന്റിനോട് കണക്ട് ചെയ്തിട്ടൊരു ഓപ്ഷനാണ്. ഈ പോസ്റ്റിംഗ് പീരീഡ് വേരിയന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി കണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ കമ്പനി ഇപ്പോൾ നമ്മൾ V3 എന്ന ഫിസിക്കൽ വേരിയന്റ് ആണ് നമ്മുടെ എല്ലാ കമ്പനികൾക്കും നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് V3 ആകുമ്പോൾ ജനുവരി സ്റ്റാർട്ട് ചെയ്യുന്നു നമ്മുടെ കമ്പനിയുടെ നോർമൽ കലണ്ടർ ഇയർ എന്ന് പറയുന്നത്. ഏപ്രിലാണ് നമ്മുടെ ഫസ്റ്റ് പീരീഡ്, മെയ് സെക്കൻഡ് പീരീഡ് ആണ്, മാർച്ച് ആണ് 12th പീരീഡ്. സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ടോ? സോറി, ഓക്കെ, ജനുവരിയാണ് നമ്മുടെ ഫസ്റ്റ് പീരീഡ്. ഇപ്പോൾ നമ്മൾ 2025-26 ഫിസിക്കൽ ഇയറിലാണ്, ഫിനാൻഷ്യൽ ഇയറിലാണ് ഉള്ളതെങ്കിൽ ഇത്രയും വാല്യൂസ് 2025 ഉള്ളതെന്ന് പറയുന്നുണ്ട്. ഇത് 2026 ആണെന്ന് നമുക്ക് പറയാം. 2025 2026. അപ്പോൾ നമ്മുടെ ഫിസിക്കൽ ഇയർ 2025-26 ഓപ്പൺ ആകുന്നത്, അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലാണ് നമ്മുടെ ഫിസിക്കൽ വേരിയൻ്റ് ഉള്ളത്. ഇതിനകത്ത് നമ്മളിപ്പോൾ കറണ്ട് മന്ത് എന്ന് പറയുന്നത് ജൂലൈ ആണ്. അപ്പോൾ ഞാൻ ഈ ജൂലൈയിൽ ഒരു ട്രാൻസാക്ഷൻ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ പീരീഡ് 2025 4th പീരീഡിൻ്റെ ട്രാൻസാക്ഷൻ എന്നാണ് സിസ്റ്റം പറയുക. അതാണ് അതിൻ്റെ, ഞാൻ ഇന്നലെ അത് കാണിച്ചു തന്നല്ലോ, ഒരു പ്രാക്ടിക്കൽ ഒരെണ്ണം കാണിച്ചു തന്നു. ഇനി നോർമലി നമ്മൾ SAPയുടെ കോൺസെപ്റ്റ് മന്ത്ലി ക്ലോസിംഗ് എന്ന കോൺസെപ്റ്റ് ആണ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ബിസിനസ് മന്ത്ലി ആണ് ക്ലോസ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാ മാസം ട്രാൻസാക്ഷൻ അതായത് മന്തിൽ നമ്മളത് ക്ലോസ് ചെയ്യും. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്തൊരു ട്രാൻസാക്ഷൻ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മളുടെ ആ റിപ്പോർട്ടുകളിൽ ചേഞ്ച് വരും. അത് നമുക്ക് നോർമലി അറിയുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി SAP അഡ്വൈസ് ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത്, നമ്മുടെ കറണ്ട് പോസ്റ്റിംഗ് പീരീഡ് ഏതാണോ, ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് ഇതാണ്, അതിനകത്ത് വരുന്ന പോസ്റ്റിംഗ് പീരീഡ് ഏതാണോ ആ ഒരു പോസ്റ്റിംഗ് പീരീഡ് മാത്രമേ ഓപ്പൺ ചെയ്യാവുള്ളൂ. മറ്റുള്ള എല്ലാ പോസ്റ്റിംഗ് പീരീഡുകളും ക്ലോസ് ചെയ്യണമെന്ന് SAP അഡ്വൈസ് ചെയ്യാറുണ്ട്. അതിൻ്റെ കാരണം SAPയിൽ നമുക്ക് ഡാറ്റ ഡിലീഷൻ എന്ന ഓപ്ഷൻ ഇല്ല, കറക്ഷൻ ഓപ്ഷനും ഇല്ല. വൺസ് ഒരു എൻട്രി നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ, പോസ്റ്റിംഗ് എന്നാണ് പറയുക, വൺസ് ഒരു എൻട്രി നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ എൻട്രി എഡിറ്റ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വൺസ് അത് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചേഞ്ചസും വരുത്താൻ പറ്റാത്തില്ല. റിവേഴ്സൽ എന്നൊരു ഓപ്ഷൻ മാത്രമേ അതിനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ SAP അഡ്വൈസ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്, നമ്മൾ ഏത് ഫിസിക്കൽ ഇയർ ആണോ ഓപ്പൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊരു പോസ്റ്റിംഗ് പീരീഡ് ആണോ നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്, ആ ഒരു പോസ്റ്റിംഗ് പീരീഡ് മാത്രമേ ഓപ്പൺ ആയിരിക്കാൻ പാടുള്ളൂ, മറ്റെല്ലാം ക്ലോസ് ചെയ്തിരിക്കണം എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് നമ്മുടെ നോർമൽ യൂസേഴ്സിന് ട്രാൻസാക്ഷൻ എൻറ്റർ ചെയ്യാൻ പെർമിഷൻ കൊടുക്കുന്ന പീരീഡിൻ്റെ കാര്യമായി പറയുന്നത്. അപ്പം ഇപ്പോൾ കറണ്ട് മന്താണെങ്കിൽ നമ്മൾ ജൂലൈ മാത്രമേ ഓപ്പൺ ചെയ്യാവുള്ളൂ, ബാക്കിയെല്ലാം ക്ലോസ് ചെയ്തിരിക്കണം. അപ്പം 1, 2, 3 ക്ലോസ് ചെയ്യണം. അതുപോലെ തന്നെ 5 തൊട്ട് 12 വരെയുള്ള പീരീഡുകളും ക്ലോസ് ചെയ്യണം. അപ്പം ഈ ഒരു കോൺസെപ്റ്റും കൂടെ നമ്മൾ നമ്മുടെ കമ്പനി കോഡിൽ വേണം.
അപ്പം ഇതാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതൊരു കോൺഫിഗറേഷൻ പാർട്ട് തന്നെയാണ്. അപ്പം ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ SIMG തന്നെ എടുക്കുന്നുണ്ട്. SIMG എടുത്തിട്ട് SIMG ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് തന്നെയാണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഗ്ലോബൽ സെറ്റിങ്സ്, അവിടെ ലെഡ്ജേഴ്സ്, ഫിസിക്കൽ ഇയർ ആൻഡ് പോസ്റ്റിംഗ് പീരീഡ്, നമ്മൾ മെയിൻറ്റെയിൻ ഫിസിക്കൽ ഇയർ വേരിയൻറ്റും നമ്മൾ ചെയ്തു. അതുപോലെ അസൈൻ കമ്പനി കോഡ് ടു ഫിസിക്കൽ ഇയർ വേരിയൻറ്റും നമ്മൾ ചെയ്തു. അതിന് താഴെ പോസ്റ്റിംഗ് പീരീഡ് എന്നൊരു ഫോൾഡർ ഉണ്ട്. ആ ഫോൾഡറിനകത്ത് നമുക്ക് ഒന്ന് ഡിഫൈൻ വേരിയൻറ്റ് ഫോർ ഓപ്പൺ പോസ്റ്റിംഗ് പീരീഡ് എന്ന ഓപ്ഷൻ കാണാം. തൊട്ട് താഴെ അസൈൻ വേരിയൻറ്റ് ടു കമ്പനി കോഡ് എന്ന ഓപ്ഷൻ കാണാം. മൂന്നാമത് ഓപ്പൺ ആൻഡ് ക്ലോസ് പോസ്റ്റിംഗ് പീരീഡ്. 3 ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ഒന്ന് വേരിയൻറ്റ് ഡിഫൈൻ ചെയ്യണം, അതിനുശേഷം അതിനകത്ത് വാല്യൂസ് ഡിഫൈൻ ചെയ്ത് കൊടുക്കണം, അതിനുശേഷം കമ്പനി കോഡ് അസൈൻ. അപ്പോൾ ഈ 3 സ്റ്റെപ്പ് നമുക്കിവിടെ അടുത്തടുത്തായിട്ട് കാണാൻ പറ്റും. ഒന്ന് വേരിയൻറ്റ് ഡിഫൈൻ ചെയ്യുന്നത്, മറ്റൊന്ന് അത് നമ്മുടെ കമ്പനി കോഡിന് അസൈൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ അതിനകത്തുള്ള വാല്യൂസ് ഡിഫൈൻ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചൊരു വേരിയൻ്റ് എടുക്കുക. ഇപ്പോൾ നമ്മൾ TA90 എന്നൊരു കമ്പനി ഇന്നലെ കണ്ടു, ഓൾറെഡി ഉള്ളൊരു കമ്പനിയാണ്. അപ്പോൾ TA90 എന്താണ് ചെയ്ത് വെച്ചേക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ TA90 എന്ന കമ്പനിയുടെ പോസ്റ്റിംഗ് പീരീഡ് വേരിയൻ്റ് ഇവിടെ കാണുന്നത്. ഇവിടെ ഇത് 6 ലൈനായിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്. 6 ലൈനിൽ ഈ ഫസ്റ്റ് കോളം കൊടുത്തിരിക്കുന്നത് അക്കൗണ്ട് ടൈപ്പ് എന്നൊരു കോളാണ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഫ്രം അക്കൗണ്ട് ടു അക്കൗണ്ട്, ഫ്രം പീരീഡ് 1 ഇയർ, പീരീഡ് 1 ടു പീരീഡ് 1 ഇയർ, ഇങ്ങനെ കുറേ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ ഈ അക്കൗണ്ട് ടൈപ്പ് എന്താണെന്ന് മനസ്സിലാക്കണം. കാരണം ഇവിടെ 6 ലൈനായിട്ടാണ് ഈ ഡീറ്റെയിൽസ് കൊടുത്തേക്കുന്നത്. ഫസ്റ്റ് ഒരു പ്ലസ് എന്നൊരു വാല്യൂ കാണാം, നിങ്ങൾക്ക് പ്ലസ് എന്നൊരു വാല്യൂ കാണാം. വാലിഡ് ഫോർ ആൾ അക്കൗണ്ട് ടൈപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട്. അസറ്റ് എന്നൊരു വാല്യൂ കാണാം, കസ്റ്റമേഴ്സ് എന്നൊരു വാല്യൂ കാണാം, വെൻഡേഴ്സ് എന്നൊരു വാല്യൂ കാണാം, മെറ്റീരിയൽസ് എന്നൊരു വാല്യൂ കാണാം, SGL അക്കൗണ്ട്സ് കാണാം, കോൺട്രാക്ട് അക്കൗണ്ട്, ഇത്രയും വാല്യൂസ് കാണാൻ പറ്റും. അപ്പം ഇതൊക്കെ എന്താണെന്ന് ആദ്യം നോക്കിയിട്ട് നമുക്കതിലേക്ക് പോകാം. അപ്പം നമ്മൾ ഇനി അങ്ങോട്ട്, അതായത് നമ്മളിപ്പോൾ ഒരു മോഡ്യൂളിലേക്ക് കുറച്ച് ഡീപ്പായിട്ട് പോകാൻ വേണ്ടി പോവാം. അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞ FI എന്ന മോഡ്യൂളിലാണ് നമ്മളുള്ളത്. FI എന്ന മോഡ്യൂളിലാണ് നമ്മൾ ഓൾറെഡി ഉള്ളത്. അവിടെ പല സബ് മോഡ്യൂൾസ് ഉണ്ട്. ഞാൻ ആദ്യത്തെ ക്ലാസ് ജസ്റ്റ് ഒരു ബ്രീഫ് തന്നിട്ടുണ്ടായിരുന്നു. അതിലൊന്നാണ് GL എന്ന മോഡ്യൂൾ, FIGL. മറ്റൊന്ന് AP അക്കൗണ്ട്സ് പേയബിൾ, അക്കൗണ്ട്സ് റിസീവബിൾ. പിന്നെ മെറ്റീരിയൽസ് ഓൾറെഡി നമുക്ക് പുറത്തുണ്ട്, അതായത് മെറ്റീരിയൽ മാനേജ്മെൻറ്റ് ഓൾറെഡി പുറത്തുണ്ട്. അസറ്റ് അക്കൗണ്ടിങ് ഉണ്ട്. പിന്നെ സ്പെഷ്യൽ GL അക്കൗണ്ടുകൾ വേറെയുണ്ട്, സ്പെഷ്യൽ GL ഉണ്ട്. ബാങ്കിങ് സെപ്പറേറ്റ് മോഡ്യൂളായിട്ടല്ല ട്രീറ്റ് ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് ബാങ്കിങ് സെപ്പറേറ്റ് കാണില്ല. പിന്നെ വാല്യുവേഷൻ്റെ ഒരു ഓപ്ഷൻ കൂടി നമുക്ക് അവിടെയുണ്ട്. അത് നമ്മൾ ഇതുമായിട്ട് റിലവൻ്റ് അല്ല, അതുകൊണ്ട് അത് നമുക്ക് ആവശ്യമില്ല. അപ്പം GL എന്ന് പറയുന്ന ഈ മോഡ്യൂളിൻ്റെ പർപ്പസ് GL ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഫണ്ടമെൻ്റൽ ഓഫ് അക്കൗണ്ടിങ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ പറയുന്ന കാര്യമുണ്ട്, നമുക്ക് പർച്ചേസിങ് എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ്റെ ഒരു പ്രോസസ്സുണ്ട്. പർച്ചേസ്, അപ്പോൾ ഒരു വെൻഡർ റിലേറ്റഡായ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ പർച്ചേസിൽ ചെയ്യും. അല്ലാത്തതൊക്കെയാണ് കസ്റ്റമർ റിലേറ്റഡ് ആണെങ്കിൽ സെയിൽസും ആ ഒരു സെയിൽസ് ബുക്കുണ്ട്, സെയിൽസ് റിട്ടേൺ ബുക്കുണ്ട്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പറയുമായിരുന്നു. അപ്പം അതുപോലെ തന്നെ അതൊന്നും ഇല്ലാത്ത ട്രാൻസാക്ഷൻ നമ്മൾ GL ചെയ്യുന്നതൊക്കെ നമ്മുടെ അക്കൗണ്ടിങ്ങിൻ്റെ ഫണ്ടമെൻ്റൽ തിയറികൾ പറയുമ്പോൾ പറയും. ഇവിടെ GL എന്ന് പറയുമ്പോൾ ഒരു GL ഡെബിറ്റിലും ഒരു GL ക്രെഡിറ്റിലും വരുന്ന ടൈപ്പിനെയാണ് നമ്മൾ GL എന്ന് പറയുക. ഈ മോഡ്യൂളിനെ വിളിക്കുന്ന പേരാണ് S എന്നാണ് അതിന് പറയുക. ഈ S എന്നത് ജർമ്മൻ വേർഡിൻ്റെ ഒരു അബ്രിവേഷൻ. GL എന്ന് പറയുമ്പോൾ G അല്ല അവർ കൊടുത്തേക്കുന്നത്, S ആണ് കൊടുത്തേക്കുന്നത്. ഡെഫിന് അറിയാവോ ഈ ജനറൽ ലെഡ്ജർ എന്നുള്ള വാക്കിൻ്റെ ജർമ്മൻ വേർഡ്? അപ്പോൾ അത് നോക്കിയാൽ മതി, ഒന്ന് റെഫർ ചെയ്താൽ മതി. അത് S-ൽ സ്റ്റാർട്ട് ചെയ്യുന്നൊരു വാക്കാണത്. ഇനി അക്കൗണ്ട് പേയബിൾ നമ്മൾ വിളിക്കുന്നത് സൺട്രി ക്രെഡിറ്റേഴ്സ് എന്നാണ്.
SAP അതിന് കെ എന്ന മോഡ്യൂൾ, കാരണം അവിടെ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അത് കെയിലാണ്, CRE അല്ല KRE ആണ് അവർ ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ് കെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ഇത് ജനറൽ ലെഡ്ജറാണ്. GL എന്ന് പറയുമ്പോൾ എപ്പോഴും ജനറൽ ലെഡ്ജർ എന്നാണ് ടേം, ജനറൽ ലെഡ്ജർ. അക്കൗണ്ട്സ് പേബിളിൻ്റെ മോഡ്യൂളിൽ വിളിക്കുന്നത് കെ എന്നാണ്, അതിന് അക്കൗണ്ട് ടൈപ്പായിട്ട് പറയുക. അക്കൗണ്ട് ടൈപ്പ് കെ എന്ന് പറയുമ്പോൾ ക്രെഡിറ്റേഴ്സ് ആണ് അല്ലെങ്കിൽ വെൻഡേഴ്സ് ആണ്. ഇനി അക്കൗണ്ട്സ് റിസീവബിളിനെ വിളിക്കുന്നത് ഡി എന്നാണ്. ഡി മീൻസ് ഡെപ്റ്റേഴ്സ് എന്ന വാക്കിൻ്റെ ആണ്, അല്ലെങ്കിൽ കസ്റ്റമേഴ്സ്. മെറ്റീരിയൽ മാനേജ്മെന്റ് നമുക്കറിയാം, MM-ന് M എന്ന ടേം ഉപയോഗിക്കുന്നു, മെറ്റീരിയൽ മാനേജ്മെന്റ്. കാരണം നമുക്കറിയാം അക്കൗണ്ട്സിൽ മെറ്റീരിയൽ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും ഉണ്ട്. നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കേസ് അല്ലെങ്കിൽ പോലും മെറ്റീരിയൽ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും ഉണ്ടോ എന്ന് മെറ്റീരിയലിൻ്റെ കാര്യം കൂടെ നമ്മൾ ഡിഫൈൻ ചെയ്യണം. അതുകൊണ്ടാണ് മെറ്റീരിയൽ മാനേജ് പറയുന്നത്. A മീൻസ് അസറ്റ് അക്കൗണ്ടിങ് ആണ്. ഈ സ്പെഷ്യൽ GL ഓൾറെഡി ഇതിൻ്റെയൊക്കെ പാർട്ടായിട്ട് സ്പെഷ്യൽ GL വരുന്നുണ്ട്, അതിന് സെപ്പറേറ്റ് മോഡ്യൂൾ ഇല്ല. ഇനി ഇത്രയാണ് നമുക്ക് സബ് മോഡ്യൂളായിട്ട് നമ്മളുടെ പാർട്ടിന് FIയുടെ പാർട്ടായിട്ട് വരുന്നത്. അപ്പോൾ S ജനറൽ ലെഡ്ജർ വരും, K വെൻഡേഴ്സ് വരും, D കസ്റ്റമേഴ്സ് വരും, M മെറ്റീരിയൽ മാനേജ്മെൻറ്റ് വരും, A അസറ്റ് അക്കൗണ്ടിങ് വരും. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ, ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. കാരണം നമുക്കത് പിന്നീട് ഇനി അങ്ങോട്ട് വരുമ്പോൾ എപ്പോഴും ഈ 5 വേർഡുകൾ വളരെ ഇമ്പോർട്ടൻ്റാണ്. S ജനറൽ ലെഡ്ജർ, D വെൻഡേഴ്സ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് പേബിളോ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. അതുകൊണ്ട് മെയിൻ മോഡ്യൂളാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. മെയിൻ മോഡ്യൂൾ FI മോഡ്യൂളിൻ്റെ അണ്ടറിൽ വരുന്ന സബ് അല്ലെങ്കിൽ അക്കൗണ്ട് ടൈപ്പ് എന്ന് പറയും. അക്കൗണ്ട് ടൈപ്പ് എന്നാണ് ഇതിനെ വിളിക്കുക. S ജനറൽ ലെഡ്ജർ, K വെൻഡേഴ്സ്, D കസ്റ്റമേഴ്സ്, M മെറ്റീരിയൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ MM, A അസറ്റ് അക്കൗണ്ടിങ്. ഓക്കെ, അപ്പം ഇത്രയും മോഡ്യൂളിൽ എന്തിനാണ് സെപ്പറേറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്കിവിടെ നോക്കിയറിയാം അസറ്റ് അക്കൗണ്ടിങ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, D കൊടുത്തിട്ടുണ്ട്, K M S സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു പ്ലസും കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്കറിയാം ഈ അക്കൗണ്ട് പേബിൾ എന്ന് പറയുന്നൊരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്, അക്കൗണ്ട്സ് റിസീവബിൾ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്, അസറ്റ് അക്കൗണ്ടിങ് സെപ്പറേറ്റ് ആണ്, GL എന്ന് പറയുന്നൊരു വേറെ ഡിപ്പാർട്ട്മെൻറ്റാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള ഓപ്പറേഷൻസും ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അക്കൗണ്ട് പേബിൾ എന്ന് പറയുന്നത് വെൻഡേഴ്സുമായിട്ട് റിലേറ്റഡ് ആണ്, മീൻസ് തേർഡ് പാർട്ടി റിലേറ്റഡ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ബുക്സ് ക്ലോസ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ അവരുടെ ഇൻവോയ്സ് കിട്ടിയാലേ നമുക്കത് കറണ്ട് മന്ത് ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. ഫൈനൽ ഇൻവോയ്സ് വന്നാലേ നമുക്കത് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ GL-ൻ്റെ എല്ലാ ട്രാൻസാക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അക്കൗണ്ട് പേബിൾ ലിസ്റ്റിൽ നമുക്ക് ഇനിയും കൺഫർമേഷൻ ബാക്കിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ അത് ക്ലോസ് ചെയ്യേണ്ട, മന്ത് ക്ലോസ് ചെയ്യേണ്ട സ്റ്റേജിലേക്ക് അത് എത്തിയിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ GL-ൻ്റെ കേസാണ് ചിലപ്പം സാലറി പ്രോസസ്സ് ചെയ്യുന്നതുണ്ട്, ബാക്കിയെല്ലാം നമ്മൾ കഴിഞ്ഞു, ചിലപ്പോൾ സാലറി മാത്രം പ്രോസസ്സ് ചെയ്യാൻ ബാക്കിയുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ പർട്ടിക്കുലർ ടൈമിനുള്ളിൽ ചിലപ്പം ചില കമ്പനികളിൽ നമ്മളിപ്പം ക്ലോസിംഗ് എന്ന് പറഞ്ഞ SAP-യിൽ ഇപ്പോഴത്തെ രീതി പ്രകാരം, അതായത് HANA വന്നതിന് ശേഷം നമുക്ക് ക്ലോസിംഗ് ഒരു 8th മുമ്പ് ചെയ്യാൻ പറ്റും. അതായത് നെക്സ്റ്റ് മന്ത് 8th മുമ്പ് നമുക്ക് മന്ത് ക്ലോസ് ചെയ്യാൻ പറ്റും നോർമലി. അത്രയും സ്മൂത്താണ് കാര്യങ്ങൾ. അപ്പം അങ്ങനെ ചെയ്യേണ്ട സമയത്ത് തന്നെ ചിലപ്പോൾ സാലറി നമ്മുടെ കമ്പനീൻ്റെ കോമൺ പോളിസി പ്രകാരം നമ്മൾ 10th ബാങ്കിലേക്ക് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഫൈനൽ എമൗണ്ട് കൺഫർമേഷൻ കിട്ടണമെങ്കിൽ നമുക്ക് 10th വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ബുക്സ് ക്ലോസ് ചെയ്യാനും 10th വരെ, കാരണം ചിലപ്പോൾ എന്തെങ്കിലും കറക്ഷൻ വന്നാലും നമുക്ക് കറണ്ട് മന്തിൽ എൻ്റർ ചെയ്യാൻ
എൻ്റർ ചെയ്യണമെങ്കിൽ അത് ക്ലോസ് ചെയ്താൽ പിന്നെ പറ്റാത്തതുകൊണ്ട് നമ്മൾ 10th വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോഴും നമ്മളിപ്പോൾ എക്സാമ്പിൾ പറയാൻ നമ്മളിപ്പോൾ ജൂലൈൻ്റെ കേസാണ് പറയുന്നത്. ജൂലൈ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. അപ്പം ജൂൺ മന്തിൽ GL മാത്രം നമുക്ക് ഇനിയും ട്രാൻസാക്ഷൻ വരാൻ സാധ്യതയുണ്ട്, കാരണം സാലറി നമുക്ക് ചെയ്യാനുണ്ട്. അപ്പം നമുക്ക് അങ്ങനെയാണെങ്കിൽ ജൂൺ മാത്രം നമുക്ക് ഓപ്പൺ ചെയ്തിട്ടിട്ട് ജൂണിലെ GL മാത്രം ഓപ്പൺ ചെയ്തിട്ട് അക്കൗണ്ട്സ് പേയബിളും അക്കൗണ്ട്സ് റിസീവബിളും മെറ്റീരിയൽ മാനേജ്മെൻറ്റും ഇതും ക്ലോസ് ചെയ്യാം. അപ്പോൾ മറ്റ് മോഡ്യൂളുകളിൽ ഡാറ്റ വരുന്നില്ല എന്ന് നമുക്ക് കൺഫേം. മറ്റ് മോഡ്യൂളിലെ യൂസേഴ്സിന് അത് യൂസർ പെർമിഷൻ നമുക്ക് വേണമെങ്കിൽ റിമൂവ് ചെയ്യാം. നമുക്ക് GL മാത്രമായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. അതുകൊണ്ടാണ് ഇത് മന്ത്ലി അല്ലെങ്കിൽ നമ്മൾ ഓപ്പൺ ക്ലോസ് പറയുമ്പോഴും അക്കൗണ്ട് ടൈപ്പ് വെച്ചിട്ട് ഇത് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനുള്ള പെർമിഷൻ സിസ്റ്റം കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് ഒരു മന്തിൽ ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നമുക്ക് അക്കൗണ്ട് ടൈപ്പ് വെച്ച് നമുക്ക് ഓൺ ആക്കാനും ഓഫ് ആക്കാനും പറ്റും. ആ ഒരു ഫെസിലിറ്റി SAP തരുന്നുണ്ട്. ആ സമയത്ത് തന്നെ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഇത് നമ്മുടെ അക്കൗണ്ട് ടൈപ്പ് നമുക്കിത് ഓൺ ചെയ്യുകയും ഓഫ് ചെയ്യുകയും ചെയ്യുമ്പോഴും ഒരു കോമൺ സ്വിച്ച് കൂടി ഉണ്ട് അവിടെ. മീൻസ് നിങ്ങൾക്ക് FIയിലേക്ക് നിങ്ങൾക്ക് എൻട്രി പെർമിഷൻ വേണോ ഇല്ല എന്നുള്ള കാര്യം കൂടെ ചോദിക്കുന്നുണ്ട്. അത് FI മോഡ്യൂളിൽ നിങ്ങൾക്ക് എൻട്രി വേണോ. അപ്പോൾ അങ്ങനെ ആകുമ്പം FI മോഡ്യൂളും വേണമെങ്കിൽ നിങ്ങൾക്ക് FI മോഡ്യൂളിൽ ഓൾറെഡി പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ FI എന്ന് പറയുന്ന ആ ഒരു മോഡ്യൂളിന് എൻ്റയർ മോഡ്യൂളും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുകയോ ക്ലോസ് ചെയ്യുകയോ വേണം. അതുപോലെ തന്നെ അതാത് അക്കൗണ്ട് ടൈപ്പുകളും. അപ്പോൾ ഈ എൻ്റയർ മോഡ്യൂളിൻ്റെ കാര്യമാണ് നമ്മൾ പ്ലസ് എന്ന കീ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊരു മെയിൻ ഗേറ്റ് ആണ്. ഈ FI എന്ന അല്ലെങ്കിൽ പ്ലസ് എന്ന് പറഞ്ഞ ഐക്കൺ ഒരു മെയിൻ ഗേറ്റ് ആണ്. ഈ FIയിൽ ഏത് മന്താണോ ഓപ്പൺ ആ മന്തിൽ മാത്രമേ നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ പാസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ FI ജൂൺ എനിക്ക് ഓഫാണ്, പക്ഷേ ഞാൻ GL മാത്രം ഓപ്പൺ ചെയ്തു എന്ന് വെച്ചാൽ എനിക്ക് ട്രാൻസാക്ഷൻ പാസ് ചെയ്യാൻ പറ്റില്ല. കാരണം FIയിലെ സെൻട്രൽ ലോക്കും കൂടെ ഓപ്പൺ ആയിരിക്കണം, അല്ലെങ്കിൽ സെൻട്രൽ ഗേറ്റും കൂടെ ഓപ്പൺ ആയിരിക്കണം. എങ്കിൽ മാത്രമേ എനിക്ക് മോഡ്യൂൾ വൈസും കൂടെ അല്ലെങ്കിൽ അക്കൗണ്ട് ടൈപ്പ് വൈസ് കൂടെ എനിക്ക് അവിടെ ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഒരു സെൻട്രൽ മെയിൻ ഗേറ്റ് ഉണ്ട്, പ്ലസ് അതാത് അക്കൗണ്ട് ടൈപ്പിൻ്റെ ഗേറ്റ് കൂടി ഉണ്ട്. ഈ രണ്ട് കാര്യങ്ങളും ഓപ്പൺ ആയിരിക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നിങ്ങൾ ഓരോ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോഴും സിസ്റ്റം ഇത് രണ്ടും ചെക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാനതിൻ്റെ എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം. ഓൾറെഡി ഉള്ള നമുക്ക് ആ ഒരു കമ്പനി തന്നെ എടുത്തിട്ട് അതിനകത്തൊന്ന് ഡേറ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, ഗ്ലോബൽ സിറ്റിംഗ്സ്, ലെഡ്ജേഴ്സ്, ഫിസിക്കൽ ഇയർ ആൻഡ് പോസ്റ്റിംഗ് പീരീഡ്. അവിടെ ഡിഫൈൻ വേരിയൻ്റ് എന്ന ഓപ്ഷനാണ് ഞാൻ എടുത്തേക്കുന്നത്. അവിടെ നമുക്ക് ഓപ്പൺ ആൻഡ് ക്ലോസ് എന്ന ഓപ്ഷൻ എടുക്കണം. ഇവിടെ നമുക്ക് കൺട്രോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ TA90 എന്ന് പറയുന്ന ഓപ്ഷൻ ഞാൻ എടുത്തിട്ട് ഇതിൻ്റെ ഇപ്പോൾ കൊടുത്തേക്കുന്നത് എല്ലാ ജനുവരി ടു ഡിസംബർ ഓപ്പൺ ചെയ്യണം, അല്ലെങ്കിൽ ഫസ്റ്റ് മന്ത് ടു ലാസ്റ്റ് മന്ത് ഓപ്പൺ ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് നമ്മുടെ 4th മാത്രം. GL മാത്രം ഞാൻ 3rd, 4th പെർമിഷൻ കൊടുക്കുന്നുണ്ട്. GL മാത്രം 3rd ഇട്ട് ബാക്കി എല്ലാത്തിലും ഫ്രം ടു ഞാൻ 4th. 4 എന്ന് പറയുമ്പം ഇവിടെ നമ്മൾ ഓപ്പൺ ചെയ്യേണ്ട പീരീഡ് മാത്രമാണ് മെൻഷൻ ചെയ്യുന്നത്. അപ്പം ഫ്രമിലും 2ലും 4 എന്ന് പറയുമ്പോൾ 4th പീരീഡ് മാത്രം ഓപ്പൺ ചെയ്യണം. 4th പീരീഡ് ഏതാണോ ഡിറ്റർമൈൻ ചെയ്യുന്നത് എവിടെ വെച്ചാൽ നിങ്ങൾ ഏത് ഫിസിക്കൽ ഇയർ വേരിയൻ്റ് ആണ് നിങ്ങൾ ഈ കമ്പനിക്ക് ഉടനെ അസൈൻ ചെയ്തേക്കുന്നത് അനുസരിച്ചാണ്. അപ്പോൾ ഫിസിക്കൽ ഇയർ വേരിയൻ്റ് നിങ്ങൾ ഈ കമ്പനിക്ക് V3 ആണ് ഉപയോഗിച്ചതെങ്കിൽ 4th പീരീഡ് എന്ന് പറയുമ്പോൾ ജൂലൈ ആയിരിക്കും. കാരണം ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ ആയിരിക്കും അതിൻ്റെ 4th പീരീഡ് എന്ന് പറയുന്നത്. 3rd എന്ന് പറയുന്നത് ജൂൺ ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ S എന്ന് പറയുന്ന സബ് മോഡ്യൂളിൽ ജൂണും ജൂലൈ ഓപ്പൺ ചെയ്യണമെന്ന് പറഞ്ഞു. മെയിൻ ഗേറ്റ് ഞാൻ പ്ലസ് എന്ന മെയിൻ ഗേറ്റ് ഞാൻ ജൂലൈ മാത്രം മതിയെന്ന് പറഞ്ഞു. ബാക്കി എല്ലാത്തിനും ജൂലൈ മാത്രം മതിയെന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാനിത് സേവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാനൊരു ട്രാൻസാക്ഷൻ ഒന്ന് പാസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം. ഞാൻ ഇന്നലെ ചെയ്ത അതേ സാമ്പിൾ ട്രാൻസാക്ഷൻ. മെയിൻ ഗേറ്റ് ക്ലോസ് ആണ്. അപ്പോൾ സിസ്റ്റം എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് നോക്കാം. മെയിൻ ഗേറ്റ് ക്ലോസ് ആണ്.
അപ്പം ഈ കമ്പനിയിൽ നമുക്ക് ജൂലൈയിൽ ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റും, ജൂണിൽ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഞാനിവിടെ ചെയ്യുന്നത്, ഞാനിതിന് ജൂണിൽ ട്രാൻസാക്ഷൻ ഇടാൻ വേണ്ടി ട്രൈ ചെയ്യുക. ജൂൺ 30 ടെസ്റ്റ് ഡാറ്റ. അപ്പോൾ ഞാനിവിടെ എൻ്റർ കീ കൊടുക്കുന്നുണ്ട്, ഫസ്റ്റ് എൻ്റർ കീ കൊടുക്കുന്നുണ്ട്. അപ്പോൾ താഴെ ഒരു വാണിംഗ് വന്നേക്കുന്നുണ്ട്, ഒരു റെഡ്. ഞാൻ ഇന്ന് മെസ്സേജ് ടൈപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, റെഡ് എന്ന് പറയുന്നത് നമ്മൾ ടെർമിനേഷൻ മെസ്സേജാണ്, അല്ലെങ്കിൽ സ്റ്റോപ്പ് മെസ്സേജാണ്. നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇതിപ്പോൾ ഒരു റെഡ് അലേർട്ടാണ് വന്നിരിക്കുന്നത്, റെഡ് അലേർട്ട് മെസ്സേജാണ്. പോസ്റ്റിംഗ് പീരീഡ് 3/2025 ഈസ് നോട്ട് ഓപ്പൺ ഫോർ വേരിയൻറ്റ് TA90. അക്കൗണ്ട് ടൈപ്പ് പ്ലസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അക്കൗണ്ട് ടൈപ്പ് പ്ലസ് ഓപ്പൺ അല്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എനിക്ക് അവിടെ തന്നെ എന്നെ ബ്ലോക്ക് ചെയ്തു. ഞാൻ തിരിച്ചു പോയിട്ട് ഇവിടെ ഞാൻ 3 ആക്കി മാറ്റിയിട്ടുണ്ട്, സേവ് ചെയ്തു, എൻ്റർ കീ കൊടുത്തപ്പോൾ ആ ഒരു അലേർട്ട് പോയി. കാരണം ഇപ്പോൾ 3 ഓപ്പൺ ആയിട്ടുണ്ട്, 3 അത് പോയിട്ടുണ്ട്. ഇനി ഇവിടെ ഞാനിവിടെ GL അക്കൗണ്ട്, സാമ്പിൾ GL അക്കൗണ്ടുകളാണ്. ഇപ്പോൾ അക്കൗണ്ട് നമ്പറൊന്നും നിങ്ങൾ അത്ര ബോധേഡാവേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് GL അക്കൗണ്ട് ടോപ്പിക്ക് വരുന്നത് നിങ്ങൾക്ക് ഇതൊക്കെ അൺനോൺ ടോപ്പിക്സ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടൊക്കെ അത് ബോധേഡാവേണ്ട. എനിക്കത് പെർമിഷൻ കിട്ടി. കാരണം ഞാൻ GL ഡെബിറ്റും GL ക്രെഡിറ്റോ ചെയ്തേക്കുന്നത്. GL അക്കൗണ്ടാണ് ഞാൻ ഡെബിറ്റ് ചെയ്ത്, GL അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ജൂൺ മന്തിൽ അല്ലെങ്കിൽ 3rd പീരീഡിൽ, ഈ പീരീഡ് എന്നുള്ളത് ഒന്ന് കാണിക്കാം. ഇവിടെ സിമുലേറ്റ് ചെയ്ത് നോക്കി, ഡോക്യുമെൻ്റ് ഒന്ന് അതിൻ്റെ ഓർവ്യൂ ഒന്ന് എടുത്താൽ മതി. അപ്പം ഡോക്യുമെൻ്റ് അത് കാണിക്കും. 2025 പീരീഡ് 3/2025 3rd പീരീഡിൽ ട്രാൻസാക്ഷൻ ചെയ്യാൻ എനിക്ക് പെർമിഷൻ കിട്ടി. അതിൻ്റെ കാരണം നമ്മളിവിടെ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് പ്ലസ് എന്ന് പറയുന്ന മെയിൻ ഗേറ്റിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 3 കൊടുത്തിട്ടുണ്ട്, 3 to 4 കൊടുത്തിട്ടുണ്ട്. GL-ഉം 3 to 4 കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്ത് കാര്യം, GL ഞാൻ മെയിൻ ഗേറ്റ് 3 to 4 ഉണ്ട്, ഞാൻ GL 3 എന്നുള്ളത് ക്ലോസ് ചെയ്യും. ഞാനത് 4 മാത്രം, കാരണം എനിക്ക് GL ആർക്കും പെർമിഷൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാ മോഡ്യൂൾ വൈസും ഞാൻ 4 ആക്കി കൊടുത്തിട്ടുണ്ട്. ഒന്നുകിൽ ഇത് എറർ വരും, ഡീബഗിങ് എറർ വരും, അല്ലെങ്കിൽ വാണിംഗ് വരും. നോക്കാം നമുക്ക്. ഇത് ഓൾറെഡി ട്രാൻസാക്ഷൻ ചെക്ക് ചെയ്ത് പോയതുകൊണ്ട് ചിലപ്പം സിസ്റ്റം അത് എടുക്കില്ല. അപ്പം ഞാൻ ലൈൻ ഒന്ന് ഡിലീറ്റ് ചെയ്യാം, എന്നിട്ട് റീഎൻ്റർ ചെയ്യാം. കാരണം ഓൾറെഡി സിസ്റ്റം അത് ചെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ചിലപ്പോൾ സിസ്റ്റത്തിന് അത് പോസ്റ്റ് ചെയ്യാൻ പെർമിഷൻ കിട്ടിയേക്കാം. അതുകൊണ്ട് ഒന്നുകൂടി ഞാനൊന്ന് റീഎൻ്റർ ചെയ്യുന്നുണ്ട് ഇതേ ട്രാൻസാക്ഷൻ. പോസ്റ്റ് ട്രൈ ചെയ്ത് നോക്കട്ടെ, സേവ് ആയിട്ടുണ്ടോ എന്നൊരു സംശയം. സേവ് ആയില്ലേ? ജേണൽ 13/16/2025. എന്നാൽ വിൻഡോ ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്തോട്ടെ, ചിലപ്പോൾ ഓൾറെഡി എനേബിൾ ആയി നിൽക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അതിനകത്ത് ഡോക്യുമെൻ്റ് ഡേറ്റ്, പോസ്റ്റിംഗ് ഡേറ്റ്, ഇവിടെ ഞാനൊരു മിസ്റ്റേക്ക് ആണ്. ഇവിടെ പോസ്റ്റിംഗ് ഡേറ്റ് ഞാൻ 7 ചെയ്തതുകൊണ്ടാണ് സിസ്റ്റം എടുത്തത്. നോക്കാം, ഞാൻ 6 തന്നെ മാറ്റിയെടുക്കുന്നുണ്ട് ഫസ്റ്റ്.
വാല്യൂ ഡേറ്റ് എൻ്റർ. ഇപ്പോൾ താഴെ വാണിംഗ് വന്നേക്കുന്നു. മുകളിൽ ഓൾറെഡി ആക്സെപ്റ്റ് ചെയ്തു. അതായത് ഇവിടെ പറയുന്നത് പീരീഡ് 3/2025 ഈസ് നോട്ട് ഓപ്പൺ ഫോർ അക്കൗണ്ട് ടൈപ്പ് എസ് ആൻഡ് GL. ആ പർട്ടിക്കുലർ GLൻ്റെ വാണിംഗ് ആണ് വരുന്നത്. അതായത് ഞാനിപ്പോൾ പീരീഡ് 3 എസ്സിൽ ക്ലോസ്ഡ് ആണ്. കാരണം അവിടെ 4 to 4 മാത്രമേ പെർമിഷൻ ഉള്ളൂ. പക്ഷേ മെയിൻ അതായത് നമ്മുടെ ഓൾ അക്കൗണ്ട് ടൈപ്പ് അല്ലെങ്കിൽ FIയുടെ മോഡ്യൂളിൻ്റെ ഓൾ മെയിൻ ഗേറ്റിനകത്തുള്ളത് ഞാൻ 3 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 3 to 4 കൊടുത്തപ്പോഴും GL 4 മാത്രം ഉള്ളതുകൊണ്ട് സിസ്റ്റം എന്ത് ചെയ്തു, ലെഡ്ജർ ടൈപ്പിൽ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ GL ടൈപ്പിൽ GL ലെവലിൽ എനിക്ക് പോസ്റ്റിങ്ങിനുള്ള പെർമിഷൻ ഇല്ല എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ നമുക്ക് ഏതെങ്കിലും ഒരു മോഡ്യൂൾ വൈസ് ഓപ്പൺ ചെയ്യണമെങ്കിലോ ക്ലോസ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഏത് ഒരു മന്തിലാണ് അല്ലെങ്കിൽ ഏത് പീരീഡ്, മന്ത് എന്നുള്ള കോൺസെപ്റ്റ് അല്ല, പീരീഡാണ്, ഏത് പോസ്റ്റിംഗ് പീരീഡിലാണ് ട്രാൻസാക്ഷൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എവിടെയാണ് ട്രാൻസാക്ഷൻ നിങ്ങൾക്ക് അലോ ചെയ്യാതിരിക്കേണ്ടത്, ഇത് ഡിഫൈൻ ചെയ്യുന്ന ഏരിയയാണ് ഈ പോസ്റ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിർബന്ധമായും വേണ്ട ഒരു കോൺഫിഗറേഷനാണ്. ഇത് ഇല്ലാതെ നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പം SAP അഡ്വൈസ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് കറണ്ട് മന്ത് മാത്രം പെർമിഷൻ കൊടുക്കാനാണ്. പക്ഷേ നോർമലി പ്രാക്ടിക്കലി കണ്ടിട്ടുള്ളത് 3 മന്തിൻ്റെ പെർമിഷൻ ഉണ്ടാവും. അതായത് തൊട്ട് മുമ്പിലത്തെ മാസം, ഇപ്പം ഞാൻ ജൂലൈയിലാണെങ്കിൽ ജൂണിൻ്റെ എൻട്രികൾ ഇനിയും വരാനുണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യുന്നവർ ജൂൺ മന്തും പെർമിഷൻ ഉണ്ടാവും. ഓഗസ്റ്റ് ചിലപ്പോൾ നമുക്ക് ഏതെങ്കിലും അഡ്വാൻസിൻ്റെ ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ ഓഗസ്റ്റും പെർമിഷൻ നോർമലി കാണാറുണ്ട്. ഈവൻ നമുക്ക് അല്ലെങ്കിൽ 2 മന്തെങ്കിലും നോർമലി പെർമിഷൻ ഉണ്ടാവും. SAP അഡ്വൈസ് സ്റ്റാൻഡേർഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു മന്ത് മാത്രം ഓപ്പൺ ചെയ്യാമെന്ന് മാത്രമാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പം ചെയ്യേണ്ടത് നമുക്ക് ജൂലൈ മാത്രം ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മുടെ V3 ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ജൂൺ എന്ന് പറയുമ്പോൾ 4th പീരീഡ് ആയിരിക്കും. അപ്പോൾ 4th പീരീഡ് മാത്രം ഓപ്പൺ ചെയ്യുക, ബാക്കിയെല്ലാം ക്ലോസ് ചെയ്യുക. ഇതാണ് നമ്മളിവിടെ ഈ ഒരു കോൺഫിഗറേഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ 3 പീരീഡിൻ്റെ കോൺസെപ്റ്റ് കാണാം. ഒന്ന് പീരീഡ് 1 ഉണ്ട്, പീരീഡ് 2 ഉണ്ട്, പീരീഡ് 3 ഉണ്ട്. ഈ പീരീഡ് 1 എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ചെയ്ത ഈ പറഞ്ഞ ഈ ഫിസിക്കുലർ പോസ്റ്റിംഗ് പീരീഡ് വേരിയൻറ്റിൽ 1 തൊട്ട് 12 വരെയുള്ള പീരീഡിൻ്റെ കാര്യമാണ് പീരീഡ് 1 എന്ന് പറയുക. നമ്മളവിടെ മറ്റൊരു കാര്യം കൂടെ കണ്ടു. അവിടെ 13, 14, 15, 16 പീരീഡ് ഉണ്ടായിരുന്നു. ഇതിനെ സ്പെഷ്യൽ പീരീഡ് എന്ന് പറയാം. ഈ 4 പീരീഡ് നമ്മുടെ സ്പെഷ്യൽ പോസ്റ്റിംഗ് പീരീഡ് എന്ന് പറഞ്ഞ് ഈ സ്പെഷ്യൽ പോസ്റ്റിംഗ് പീരീഡിനകത്ത് ഏത് പെർമിഷൻ കൊടുക്കണം എന്നും കൂടെ നമ്മൾ പറയണം, ഈ 4 പീരീഡ്. അപ്പോൾ അതാണ് പീരീഡ് 2 എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പീരീഡ് 1 എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ പോസ്റ്റിംഗ് പീരീഡ് ആണ്. പീരീഡ് 2 എന്ന് പറയുന്നത് സ്പെഷ്യൽ പോസ്റ്റിംഗ് പീരീഡ് ആണ്. പീരീഡ് 3 എന്ന് പറയുന്നത് ഈ COയിൽ നിന്ന് ഈ ട്രാൻസാക്ഷൻ എല്ലാം നടക്കുന്ന FIയിലാണ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലാണ് അല്ലെങ്കിൽ FI മോഡ്യൂളാണ് നടക്കുന്നത്. ചിലപ്പോൾ നമുക്ക് നോർമലി ഡാറ്റ ഫ്ലോ ചെയ്യുന്ന ഓർഡർ എന്ന് പറയുന്നത് FIയിൽ നിന്ന് COയിലേക്കാം. FI to CO ആണ് ഡാറ്റ ഫ്ലോ ചെയ്യാറ്. കാരണം നിങ്ങൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ചെയ്യുന്ന ഡാറ്റ അനാലിസിസിന് വേണ്ടി COയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുക. ചില റയർ കേസുകളിൽ തിരിച്ച് ഡാറ്റ വരാം, COയിൽ നിന്ന് FIയിലേക്ക്, കൺട്രോളിംഗ് മോഡ്യൂളിൽ നിന്ന് FIയിലേക്ക് ഡാറ്റ വരാം. അങ്ങനെ വരുമ്പോൾ ട്രാൻസാക്ഷൻ ഓൾറെഡി പോസ്റ്റ് ചെയ്യുന്നത് COയിലാണ്. പക്ഷേ ട്രാൻസാക്ഷൻ അതിൻ്റെ ഒരു എഫക്റ്റ് വരേണ്ടത് FIയിൽ വരുമ്പോൾ FIയും കൂടെ ഓപ്പൺ ആയിരിക്കണം. അങ്ങനെ ഓപ്പൺ ചെയ്യണമെങ്കിൽ അത് ഏത് പീരീഡ് ഓപ്പണും ചെയ്യണം എന്ന് കൂടെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതാണ് പീരീഡ് 3 എന്ന് പറയുന്നത്. അത് നോർമലി നമുക്ക് ആവശ്യമില്ല, ഒരു ജനറൽ കോൺഫിഗറേഷൻ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ബ്ലാങ്ക് ആയിട്ട് കൊടുത്താലും മതി. അപ്പോൾ 3rd പീരീഡ് എന്ന് പറയുന്നത് CO to FIക്ക് വേണ്ടിയിട്ടാണ്. 2nd പീരീഡ് എന്ന് പറയുന്നത് സ്പെഷ്യൽ പോസ്റ്റിംഗ് പീരീഡിന് വേണ്ടിയിട്ടാണ്. 1 എന്ന് പറയുന്നത് നോർമൽ പോസ്റ്റിംഗ് പീരീഡിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിഫൈൻ ചെയ്യണം. നമ്മൾ 6 ലൈനായിട്ടായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുക വേണം. ഇതാണ് ഈ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഇനി പീരീഡ് 1ൽ ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്, ഞാനിപ്പോൾ നോർമലി ആണെങ്കിൽ 4 to 4 എന്നാണ് എല്ലാ കേസിലും പറയുക. കാരണം ഞാനിവിടെ ജൂലൈ മാത്രമേ പെർമിഷൻ കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് 4 to 4 മാത്രമേ, 2025, 2025, 42025, 4205 അങ്ങനെ ഇൻഡിവിജ്വലി ഞാനത് കൊടുത്തിട്ടുണ്ടാവും. പീരീഡ് 2ൽ 13 തൊട്ട് 16 വരെയുള്ള ഫിസിക്കുലർ വേരിയൻ്റാണ്, പോസ്റ്റിംഗ് പീരീഡ് വേരിയൻ്റാണ് നമുക്കുള്ളത്. 12 കഴിഞ്ഞ് 13, 14, 15, 16 4 സ്പെഷ്യൽ പോസ്റ്റിംഗ് പീരീഡ് ഉണ്ട്. ഈ 4 സ്പെഷ്യൽ പോസ്റ്റിംഗ് പീരീഡിൻ്റെ കാര്യമാണ് നമ്മൾ പീരീഡ് 2ൽ മെൻഷൻ ചെയ്യുന്നത്. പക്ഷേ അവിടെ ഡേറ്റ് എൻ്റർ ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും 2024 കൊടുത്തത്, 2025 അല്ല. കാരണം നമ്മൾ ബുക്സ് ക്ലോസ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഈ സ്പെഷ്യൽ പോസ്റ്റിംഗ് പീരീഡിൻ്റെ കാര്യം നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ബുക്സ് ക്ലോസ് ചെയ്യേണ്ട സ്റ്റേജ് ഏതാ? 2026 മാർച്ച് 31 എത്തിയാലേ നമ്മൾ ബുക്സ് ക്ലോസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ കറണ്ട് പീരീഡിൻ്റെ.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ എന്താ ആവശ്യമില്ല, 2025 13, 14, 15, 16 നമുക്ക് ആവശ്യമില്ല. കാരണം നമുക്ക് ഇയർ എൻഡ് ക്ലോസിങ്ങിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഇയർ എൻഡ് ക്ലോസിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇനിയും എത്ര മാസം കൂടെ പോകാനുണ്ട്, നമുക്ക് ഇനിയും നമുക്ക് 8 പീരീഡും കൂടെ പാസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇയർ എൻഡ് ക്ലോസിങ്ങിലേക്ക് എത്തേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ നമുക്ക് ഇപ്പോഴും ചിലപ്പോൾ എന്തെങ്കിലും നമ്മളെ ഇൻറ്റേർണൽ റിപ്പോർട്ടിൻ്റെ കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ചിലപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഇയർ എൻഡിൻ്റെ മുകളിൽ നമുക്ക് ഇനിയും അഡീഷണൽ ട്രാൻസാക്ഷൻ വരാനുണ്ടാകാം. അത് നമ്മുടെ നോർമൽ FI റിലേറ്റഡോ CO റിലേറ്റഡ് ആയ ട്രാൻസാക്ഷൻ എന്തെങ്കിലും വരാനുണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴും നമ്മൾ ചെയ്യേണ്ട വരുന്നത് 2024 എന്ന് പറയുന്ന ഫിസ്ക്കൽ ഇയറിലാണ് നമ്മൾ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യേണ്ടവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ പോസ്റ്റിംഗ് പീരീഡ് ഓൾവേസ് പ്രീവിയസ് പോസ്റ്റിംഗ് പീരീഡ് ആയിരിക്കും, അല്ലെങ്കിൽ പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയർ ആയിരിക്കും നമ്മളിവിടെ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ നോർമൽ പീരീഡ് കറണ്ട് ഫിസ്ക്കൽ ഇയറും സ്പെഷ്യൽ പീരീഡ് പ്രീവിയസ് ഇയറുമാണ് നോർമലി മാർക്ക് ചെയ്യുക. അത് പ്രാക്ടിക്കൽ സൈഡാണ്. നോർമലി ഇപ്പോൾ നിങ്ങൾ വേറെ എവിടെയെങ്കിലുമൊക്കെ നിങ്ങളിപ്പോൾ യൂട്യൂബൊക്കെ നിങ്ങൾ നോക്കിയാലും 2025 കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവിടെ 2026 കൊടുത്തിട്ടുണ്ടാവും, 2026, 13, 14 കൊടുത്തിട്ടുണ്ടാവും. അത് പ്രാക്ടിക്കൽ സൈഡ് അറിയാത്തത് കൊണ്ട് പറയുന്നതാണ്. കാരണം 2026 നമുക്കിവിടെ പറയാൻ പറ്റില്ല. 2026 13, 14, 15, 16 അല്ല ക്ലോസ് ചെയ്യേണ്ടത്. കാരണം 2026 നമ്മൾ ഓപ്പൺ ചെയ്തിട്ടേ ഇല്ല. കാരണം ഈ പീരീഡിൻ്റെ എൻ്റയർ പീരീഡിൻ്റെ സിസ്റ്റം വിളിക്കുന്നത് 2025 എന്നാണ്, അല്ലേ? ഇതിനെ വിളിക്കുന്നത് 2025 എന്നാണ്. അപ്പോൾ 2026, 13, 14, 15, 16 എന്നല്ല പറയേണ്ടത്. 2025 നമ്മൾ ക്ലോസ് ചെയ്യാനും ആയിട്ടില്ല. അപ്പം നമുക്ക് എവിടെ ഇപ്പോഴും എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുണ്ടാവുക, നമുക്ക് 2024 ചെയ്യാനുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ പീരീഡിൽ നിങ്ങൾ 2024 എന്നാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പം അതുകൂടെ ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ ചെയ്യാനുള്ളത്. അപ്പം നമുക്കിവിടെ നമ്മുടെ സബ് ലെഡ്ജർ വൈസ് അല്ലെങ്കിൽ അക്കൗണ്ട് ടൈപ്പ് വെച്ച് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ മാർക്ക് ക്ലോസ് ചെയ്യണം. ഇനി ഇവിടെ ഫ്രം അക്കൗണ്ട് ഓൾവേസ് നമ്മൾ ബ്ലാങ്ക് ആയിട്ടാണ് കൊടുക്കുക. കാരണം ഇതൊക്കെ SAPയുടെ ഒരു വേരിയൻറ്റുകളാണ്. നമ്മളിവിടെ ബ്ലാങ്ക്, ചില സ്ഥലത്ത് സിസ്റ്റം പറയും വാല്യൂ ഇടാൻ പറയും, ചില സ്ഥലത്ത് വാല്യൂ വേണ്ടാന്ന് പറയും. കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അക്കൗണ്ട് ടൈപ്പ് ഡിഫൈൻ ചെയ്യേണ്ട എല്ലാ കാര്യത്തിലും എന്ത് ചെയ്യണം, ഓപ്പൺ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. നമ്മുടെ അക്കൗണ്ട് ടൈപ്പ് വെച്ച് ലിമിറ്റ് ചെയ്യാത്തത്. പക്ഷേ അക്കൗണ്ട് ടൈപ്പിൻ്റെ കേസ് വരുമ്പോൾ ഫ്രമിൽ ബ്ലാങ്ക് കൊടുത്തിട്ട് 2 ഇസഡ് എന്ന് കൊടുത്തിട്ടുണ്ടാവും. ഈ ഇസഡ് എന്ന് പറയുന്ന ഒരു വേരിയൻ്റ് ആണ്. കാരണം പോസിബിളായ എല്ലാ വാല്യൂവും ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറയേണ്ട ഒരു വേരിയൻ്റ് ആണ് സിസ്റ്റം അതിന് ഇസഡ് എന്ന് പറയുന്നത്. ചില സ്ഥലങ്ങളിൽ അത് സിസ്റ്റം പ്ലസ് എന്ന് പറയും. ഇവിടെ പറയുന്ന പോസിബിൾ വാല്യൂ എല്ലാത്തിനും പ്ലസ് എന്ന വാല്യൂ കൊടുത്തേക്കുന്നത്. പക്ഷേ ഇവിടെ പറയുന്നത് ഇസഡ് ആണ്. അക്കൗണ്ട് ടൈപ്പിൻ്റെ കേസിൽ ഇസഡ് എന്നുള്ള വാല്യൂ ആണ് സിസ്റ്റം ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാ അക്കൗണ്ട് ടൈപ്പുകളും ഉപയോഗിക്കണം. ഇത് നിങ്ങൾ കൗണ്ട് ചെയ്താൽ 10 ഡിജിറ്റാണ് ഉണ്ടാവുക. 10 അത് നമ്മൾ കൗണ്ട് ചെയ്തിടേണ്ട ആവശ്യം. നിങ്ങൾ ജസ്റ്റ് ഇത് സെഡ് പ്രസ് ചെയ്ത് വിളിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് 10 ഡിജിറ്റാണ്. കാരണം അവിടെ ക്യാരക്ടർ സ്പേസിൻ്റെ ഡിസ്റ്റൻസ് വന്നിരിക്കുന്നത് 10 ഡിജിറ്റാണ് ഉണ്ടാവുള്ളൂ. അത് മറ്റൊരു കാരണം കൊണ്ടുകൊണ്ട് GL അക്കൗണ്ടിൻ്റെ മാക്സിമം ലെങ്ത്തും 10 ആണ്. അത് GL അക്കൗണ്ട് പറയുന്ന സമയത്ത് നമുക്ക് അതൊന്നുകൂടെ നോക്കാം. അപ്പം തൽക്കാലം നിങ്ങൾ ഓർത്തിരിക്കുക 10 ഇസഡ് 2 അക്കൗണ്ടിൽ ഫില്ല് ചെയ്ത് കൊടുക്കണം. അത് എല്ലാ കേസിലും വേണ്ട, അക്കൗണ്ട് ടൈപ്പിൻ്റെ കേസിൽ മാത്രം മതി. അതിൽ ADKSML മാത്രം മതി. നമ്മൾ ഉപയോഗിക്കുന്നില്ല, വാല്യൂഷൻ എന്ന കാറ്റഗറി നമ്മൾ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് അവിടെ നിങ്ങൾ ഉപയോഗിക്കേണ്ട, വാല്യൂഷൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ബ്ലാങ്ക് ആയിട്ട് തന്നെ കൊടുക്കുക. അവിടെ നമ്മൾ ഉപയോഗിക്കാത്തതുകൊണ്ട് അത് തൽക്കാലം നമ്മളങ്ങ് അവോയ്ഡ് ചെയ്താൽ മതി. അപ്പം ഈ ഒരു കാര്യമാണ് നമ്മളിനി കോൺഫിഗർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിലെന്തെങ്കിലും സംശയമുണ്ടോ? ഓക്കെ ആണല്ലോ അല്ലേ? അപ്പം ഞാൻ കോൺഫിഗറേഷനിലേക്ക് പോട്ടെ. അപ്പം നമുക്കിവിടെ 3 സ്റ്റെപ്പ് ചെയ്യണം. നമുക്ക് നേരിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്കൊരു വേരിയൻ്റ് ഇല്ല. ആ വേരിയൻ്റ് നമ്മുടെ കമ്പനി കൊണ്ട് അസൈൻ ചെയ്തിട്ടില്ല. കാരണം ഇത് കമ്പനി സ്പെസിഫിക് വേരിയൻ്റ് ആണ്. കാരണം നമ്മുടെ കമ്പനിക്ക് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ 2 കമ്പനി ഉണ്ടല്ലോ. ഇപ്പോൾ എനിക്ക് ടാറ്റ മോട്ടോഴ്സും ഉണ്ട്, ടാറ്റ സ്റ്റീൽസും ഉണ്ട്. ചിലപ്പോൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ രീതിയിലായിരിക്കില്ല ടാറ്റ സ്റ്റീൽ പോകുന്നുണ്ടാവും. കാരണം ടാറ്റ സ്റ്റീൽ ചിലപ്പോൾ ടാറ്റ മോട്ടോഴ്സ് എല്ലാ മാസം 1-ാം തീയതി തന്നെ സാലറി കൊടുക്കുന്നുണ്ടാവും, ടാറ്റ സ്റ്റീൽ 10-ാം തീയതി സാലറി കൊടുക്കുന്നുണ്ടാവും. അപ്പം നമുക്കതുകൊണ്ട് രണ്ടിനെ ഒരേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഈ ഒരു കാര്യം കമ്പനി കോഡ് സ്പെസിഫിക് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇൻഡിവിജ്വലി കമ്പനി കോഡിനുള്ളിൽ അത് വേണം. നമ്മൾ ഫിസ്ക്കൽ വേരിയൻറ്റ് കൊടുത്തപ്പോൾ V3 നമ്മൾ കോമൺലി അപ്ലൈ ചെയ്തു. പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇത് കമ്പനി കോഡ് സ്പെസിഫിക് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2 കമ്പനിക്കും ഇൻഡിവിജ്വലി നമ്മൾ കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ പാത്ത് കൂടെ ഒന്ന് പറയാം. പോസ്റ്റ് പീരീഡ് വേരിയൻറ്റിൻ്റെ പാത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞു.
ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഗ്ലോബൽ സെറ്റിംഗ്സ്, ലെഡ്ജേഴ്സ്, ഫിസ്ക്കൽ ഇയർ ആൻഡ് പോസ്റ്റിംഗ് പീരീഡ് ഡിഫൈൻ വേരിയന്റ് ഫോർ ഓപ്പൺ പോസ്റ്റിംഗ് പീരീഡ്, അല്ലെങ്കിൽ OBBO ആണ് അതിൻ്റെ ടീ കോഡ്. അപ്പോൾ നമുക്ക് ഒന്നുകിൽ OBBO ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഈ പാത്ത് വഴി നമുക്കത് പോകാം. ഇപ്പോൾ ടീ കോഡിൻ്റെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ OBBO ഉപയോഗിച്ചാൽ എനിക്ക് നേരിട്ട് ഇങ്ങോട്ട് ഇതിലേക്ക് നാവിഗേറ്റ് ചെയ്ത് പോകാം. ഇല്ലെങ്കിൽ പാത്ത് ഉപയോഗിച്ചും പോകാൻ പറ്റും. പാത്ത് ഉപയോഗിക്കുമ്പോൾ SIMG അല്ലെ SPRO SIP റെഫറൻസ് IMG, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, ഗ്ലോബൽ സെറ്റിംഗ്സ്, ലെഡ്ജേഴ്സ്, ഫിസ്ക്കൽ ഇയർ ആൻഡ് പോസ്റ്റിംഗ് പീരീഡ്. അവിടെ ഫസ്റ്റ് ഓപ്ഷൻ ഡിഫൈൻ പോസ്റ്റിംഗ് പീരീഡ് വേരിയൻറ്റ്. ന്യൂ എൻട്രി കൊടുക്കാം. നമ്മുടെ കമ്പനി കോഡ് വൈസുള്ള 2 പോസ്റ്റിംഗ് പീരീഡ് എനിക്ക് വേണം. അപ്പോൾ ഞാനത് കമ്പനി കോഡിന് ഇക്വലൻ്റ് ആയിട്ടുള്ള പേര് തന്നെയാണ് കൊടുക്കുന്നത്. കാരണം എനിക്ക് കമ്പനി കോഡ് വൈസ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വേരിയൻറ്റിൻ്റെ പേര് ഞാൻ കമ്പനി കോഡിന് ഇക്വലൻ്റ് ആയിട്ട് തന്നെ കൊടുത്തേക്കുന്നത്. കമ്പനി കോഡല്ല, കമ്പനി കോഡിൻ്റെ സെയിം കോഡ് തന്നെ. കാരണം ഞാനിവിടെ വേറൊരു പേര് കൊടുത്ത് ചിലപ്പോൾ ഞാനത് മറന്നു പോകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നമുക്കത് കണക്ട് ചെയ്യാൻ പിന്നീട് ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ സെയിം വേരിയൻ്റെ പേര് തന്നെ കൊടുത്തു. എന്നിട്ട് ഞാൻ ആ വേരിയൻറ്റിന് പോസ്റ്റിംഗ് പീരീഡ് വേരിയൻറ്റ് ടാറ്റ മോട്ടോഴ്സ് അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ കമ്പനി കോഡിൻ്റെ പേര് വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ TT01 എന്ന വേരിയൻ്റ് കൂടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിന് പോസ്റ്റിംഗ് പീരീഡ് വേരിയൻറ്റ് കോപ്പി എടുത്ത് പേസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ Ctrl+C ആണ് കോപ്പി, Ctrl+V ആണ് പേസ്റ്റ്. ടാറ്റ സ്റ്റീൽസ്. അപ്പോൾ ഈ 2 വേരിയൻ്റാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ വേരിയൻറ്റ് ഡിഫൈൻ ചെയ്യുന്നിടത്ത് വേരിയൻറ്റിൻ്റെ പേരും അതിൻ്റെ വേരിയൻറ്റ് മാത്രം മതി, അവിടെ വേറെ ഡീറ്റെയിൽസ് ആവശ്യമില്ല. അപ്പോൾ ഡിഫൈൻ വേരിയൻറ്റിൽ ഈ രണ്ട് കാര്യങ്ങൾ മാത്രം നമുക്ക് മതി. ഞാനത് സേവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 2 വേരിയൻറ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. സെക്കൻഡ് സ്റ്റെപ്പിൽ ഇവിടെ 2 വേരിയൻറ്റ് നമുക്കിവിടെ നോക്കി കാണാൻ പറ്റും. TT01 ഓൾറെഡി ഉണ്ട്, TT02 ഇവിടെയുണ്ട്. സെക്കൻഡ് സ്റ്റെപ്പിൽ അസൈൻ വേരിയൻറ്റ് ടു കമ്പനി കോഡ്. അസൈൻ വേരിയൻറ്റ് ടു കമ്പനി കോഡ്. ടി കോഡ് OBBP ആണ് ടി കോഡ്. നേരത്തെ OBBO ആയിരുന്നു, ഇത് OBBP ആണ് ടി കോഡ്. തൊട്ടടുത്ത പാത്ത് തന്നെയാണ്. അതായത് നമ്മളിപ്പോൾ എടുത്തതിന് തൊട്ട് താഴത്തെയാണ്, നെക്സ്റ്റ് പാത്താണ് അസൈൻ വേരിയൻറ്റ് ടു കമ്പനി കോഡ്. യൂസേഴ്സ് ഉണ്ടെങ്കിൽ ഞാനതിപ്പോൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ പറഞ്ഞുതരാം. യൂസേഴ്സ് ഉണ്ടെങ്കിൽ നമുക്കതിനെ ക്വിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ യൂസർ ഇപ്പോൾ 3 ടി കോഡിലുണ്ട്. അതാണ് 3 ലൈനായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഞാനിത് എല്ലാം സെലക്ട് ചെയ്യുക. സെലക്ട് ഓൾ കൊടുത്തിട്ട് ഞാൻ ഡിലീറ്റ് കൊടുത്തു. ഡിലീറ്റായി. ഓക്കെ, യൂസർ ഇനി എനിക്കത് റിഫ്രഷ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് വിൻഡോ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ആക്റ്റീവ് ആയി എന്ന് അറിയണമെങ്കിൽ ലാസ്റ്റ് വേരിയൻ്റ് എന്ന കോളത്തിൽ അത് എനേബിൾ ആയതായിട്ട് കളർ ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. നോർമലി നമുക്ക് ആക്സസിബിൾ അല്ലെങ്കിൽ അത് ഫ്രോസൺ ഗ്രേ സ്കെയിലാണ് കളർ ഉണ്ടാവും. ഇനി അത് എനേബിൾ ആണെങ്കിൽ അത് നോർമൽ കളറിൽ, മീൻസ് അത് ഫീൽഡ് എഡിറ്റബിൾ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്കത് യൂസർ ഇല്ല എന്ന് കൺഫേം ചെയ്യാം. പൊസിഷൻ സെർച്ച് ചെയ്യാൻ വേണ്ടി പൊസിഷൻ കൊടുക്കുക. TT01 എന്ന ഐറ്റം സെലക്ട് ചെയ്യുക. TT01 ടാറ്റ മോട്ടോഴ്സ് ലിമിറ്റഡ് ആണ്. TT02 ടാറ്റ സ്റ്റീലാണ്. ഞാൻ കൊടുക്കുന്ന വേരിയൻറ്റും അതേ പേര് തന്നെ ഞാൻ വേരിയൻറ്റ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. TT01 പോസ്റ്റിംഗ് പീരീഡ് വേരിയൻറ്റ് ഫോർ ടാറ്റ മോട്ടോഴ്സ്, TT02 പോസ്റ്റിംഗ് പീരീഡ് വേരിയൻറ്റ് ഫോർ ടാറ്റ സ്റ്റീൽസ്. ഈ 2 വേരിയൻറ്റ് ഞാൻ അതിന് അസൈൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഞാൻ സ്റ്റെപ്പ് ചെയ്തപ്പോൾ കുറച്ച് മാറ്റിയാണ് ചെയ്തേക്കുന്നത്. നമ്മൾ വേരിയൻറ്റ് പ്രിൻസിപ്പിൾ പറയുമ്പോൾ നമ്മൾ പറയുന്നത് വേരിയൻറ്റ് ഡിഫൈൻ ചെയ്യുക, അതിനകത്ത് വാല്യൂ ഡിഫൈൻ ചെയ്യുക, അതിനുശേഷം ഡിറ്റർമൈൻ വാല്യൂസ് ആൻഡ് തേർഡ് സ്റ്റെപ്പിലാണ് അസൈൻ പറയുന്നത്. പക്ഷേ ഇവിടെ ഞാനിപ്പോൾ ഓൾറെഡി വേരിയൻറ്റ് ഞാൻ ഡിഫൈൻ ചെയ്തു, അത് ഞാൻ കമ്പനി കോഡിന് അസൈൻ ചെയ്തു, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഞാൻ അസൈൻ ചെയ്തു. അപ്പോൾ വേരിയൻറ്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ഒബ്ജക്റ്റ് അസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പാണ് നമ്മളതിനകത്ത് വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ തേർഡ് സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യണം, അതിനകത്ത് ഇനി ഈ അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂകൾ നമ്മൾ എൻ്റർ ചെയ്യണം. അപ്പോൾ അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ OBBOയും OBBPയും നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഡിഫൈൻ പോസ്റ്റിംഗ് പീരീഡ് വേരിയൻറ്റ്, അസൈൻ വേരിയൻറ്റ് ടു അസൈൻ പോസ്റ്റിംഗ് പീരീഡ് വേരിയൻറ്റ് ചെയ്തു. മൂന്നാമത്തെ സ്റ്റെപ്പ് ഓപ്പൺ ആൻഡ് ക്ലോസ് പോസ്റ്റിംഗ് പീരീഡ് വേരിയൻറ്റ്. OB52 ആണ് അതിൻ്റെ ടി കോഡ്. അപ്പോൾ ഈ OB52ൻ്റെ കേസിൽ
നമ്മൾ ഇപ്പോൾ ഈ ചെയ്ത കുറേ കോൺഫിഗറേഷൻ കമ്പനി കോഡ് ക്രിയേഷൻ അതുപോലെ തന്നെ ഫിസിക്കലർ വേരിയന്റ് നമ്മൾ അസൈൻ ചെയ്തു, അതുപോലെ പോസിബിലിറ്റി വേരിയന്റ് ക്രിയേറ്റ് ചെയ്തു, അത് അസൈൻ ചെയ്തു. ഇതൊക്കെ ഒരു കമ്പനിക്കുള്ള ഒരു തവണ മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇത് യൂസർ ലെവലിലുള്ള കാര്യമല്ല. പക്ഷേ ഈ പോസ്റ്റിംഗ് പീരീഡ് ഓപ്പൺ ചെയ്യുകയും ക്ലോസ് ചെയ്യുകയും ചെയ്യുന്ന പറയുന്ന ഈ ഒരു പ്രോസസ്സ് എല്ലാ മാസവും ചെയ്യേണ്ട കാര്യമാണ്. കാരണം അത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ജൂലൈയിലേക്ക് അത് മാറ്റിയിട്ടപ്പോഴാണ് എനിക്ക് ജൂലൈയിൽ ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റിയത്. ഇനി ജൂലൈ കഴിഞ്ഞ് ഞാൻ ഓഗസ്റ്റിലേക്ക് പോകുമ്പോഴോ അതെല്ലാം 5th ഞാൻ മാറ്റിയാലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു കൺസൾട്ടൻ്റ് ലെവലിലുള്ള ജോബല്ല, ഇത് നമുക്ക് നോർമൽ യൂസർ ലെവലിലും ഈ ജോബ് അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു യൂസർ ലെവൽ ജോബ് കൂടിയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങൾ എല്ലാ മാസവും നിങ്ങളിതിനെ ഈ ഒരു ട്രാൻസാക്ഷൻ നിങ്ങൾ റൺ ചെയ്യേണ്ടി വരും. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രീവിയസ് മന്ത് ക്ലോസ് ചെയ്യാനും കറണ്ട് മന്ത് ഉപയോഗിക്കാനും പറ്റുള്ളൂ. അപ്പോൾ തേർഡ് ഓപ്ഷനിലേക്ക് വരാം. ഓക്കെ, SIMG, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, ഗ്ലോബൽ സെറ്റിംഗ്സ്, ലെഡ്ജേഴ്സ്, ഫിസിക്കൽ ഇയർ ആൻഡ് പോസിബിൾ പീരീഡ്. അപ്പോൾ നമ്മൾ ചെയ്ത കാര്യം ഒന്ന് വേരിയൻ്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, അത് കമ്പനി കോഡിന് അസൈൻ ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ സ്റ്റെപ്പിലാണ് നമ്മൾ ഓപ്പൺ ക്ലോസ് പോസിബിൾ പീരീഡ് എന്ന ഓപ്ഷൻ എടുക്കുന്നത്. നമ്മൾ എടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ബ്ലാങ്ക് സ്ക്രീൻ കിട്ടും. അപ്പോൾ ഇവിടെ നമ്മുടെ പുതിയ വേരിയൻറ്റിൻ്റെ പേര് TT01 ആണ് എൻ്റെ ഫസ്റ്റ് വേരിയൻറ്റിൻ്റെ പേര്. ആ വേരിയൻ്റ് അവിടെ കൊടുത്തു. ന്യൂ എൻട്രീസ് കൊടുക്കാം. ന്യൂ എൻട്രീസ് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ 6 സ്റ്റെപ്പ് നമ്മൾ 1 by 1 ആയിട്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ഇവിടെ കൊടുത്തിട്ടുണ്ട് ലിസ്റ്റ്. പ്ലസ് ഉണ്ട്, വാലിഡ് ഫോർ ഓൾ അക്കൗണ്ട് ടൈപ്പ് ഉണ്ട്, A അസറ്റ് ആണ്, D കസ്റ്റമേഴ്സ് ആണ്, K വെൻഡേഴ്സ് ആണ്, M മെറ്റീരിയൽ, S GL അക്കൗണ്ട്സ്. V വേണ്ട, V കോൺട്രാക്ട് അക്കൗണ്ട്സിൻ്റെ കേസാണ്, നമുക്കത് ആവശ്യമില്ല. അപ്പോൾ ഇത്രയും കേസ് നമുക്ക് വേണം. അപ്പോൾ ഇവിടെ പ്ലസ് കൊടുക്കാം. അതിനുശേഷം ഫ്രം അക്കൗണ്ട് ടു അക്കൗണ്ട് ബ്ലാങ്ക് കൊടുക്കുക. ഫ്രം പീരീഡിൽ നമുക്ക് ജൂലൈ മാത്രം മതിയെങ്കിൽ 4 എന്ന് കൊടുക്കുക. 2025 4 2025 2025 മീൻസ് നമ്മൾ ഫോർത്ത് തൊട്ട് 4 വരെ മാത്രം. 4 to 4 മീൻസ് ആ ഒരു പീരീഡ് മാത്രം. ഞാൻ 2 to 4 എന്ന് കൊടുത്താൽ രണ്ടാമത്തെ പീരീഡ് തൊട്ട് 4ാമത്തെ പീരീഡ് വരെ ഇത് മാത്രമേ ഓപ്പൺ ആവുള്ളൂ. ഇയർ 2025. പീരീഡ് 2-ൽ ഞാൻ ഓൾറെഡി പറഞ്ഞു 13 ലാസ്റ്റ് ഇയർ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. 2016 ലാസ്റ്റ് ഇയർ 2024. അപ്പോൾ ഇത് ഓപ്പൺ ആണെങ്കിലും ഇതെല്ലാ യൂസേഴ്സിനും ആക്സസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിന് സ്പെഷ്യൽ യൂസർ പെർമിഷൻ വഴി മാത്രമേ ഇത് ആക്സസ് പോവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഡേറ്റ് കൊടുക്കുമ്പോൾ 2024 13 to 16 കൊടുക്കേണ്ടത്. പീരീഡ് 2 നിങ്ങൾ ബ്ലാങ്ക് ആയിട്ട് വിട്ടാൽ മതി. കാരണം നമുക്കത് നോർമലി ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ബ്ലാങ്ക് ആയിട്ട് വിട്ടാൽ മതി. അസറ്റ് എന്ന ഓപ്ഷൻ A കൊടുത്തിട്ടുണ്ട്. ഫ്രം അക്കൗണ്ട് ബ്ലാങ്ക് കൊടുക്കുക. ഇവിടെ Z പ്രസ് ചെയ്ത് വെച്ചാൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് 10 Zs ആണ് അവിടെ ഫില്ല് ചെയ്യുക. Z2 അക്കൗണ്ടിൽ Z കൊടുക്കുക. ബാക്കി എല്ലാ കാര്യങ്ങളും റിപ്പീറ്റേഷൻ ആണ്. 4 2025 4 2025 13 2024 16 2024. നെക്സ്റ്റ് D ആണ് കസ്റ്റമേഴ്സ്. 4th പീരീഡ് 2025 4th പീരീഡ് 2025 13 2024 16 2024. നെക്സ്റ്റ് K വെൻഡേഴ്സിൻ്റെ കേസാണ്. Z 4th പീരീഡ് 2025 4th 2025 13 2024 16 2024. ഇനിയുള്ളത് മെറ്റീരിയൽ നമ്മുടെ മോഡ്യൂളിൻ്റെ ഭാഗം അല്ലെങ്കിൽ നമ്മളത് ഓപ്പൺ ചെയ്ത് വെക്കണം. കാരണം എങ്കിലേ നമുക്ക് പർച്ചേസസും സെയിൽസും ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. GL അക്കൗണ്ടിൻ്റെ S കൂടെ വേണം. എസ്സിലും സെയിം തന്നെ. അപ്പോൾ ഈ ഫസ്റ്റിലത്തെ നമ്മുടെ പ്ലസിൻ്റെ കേസിൽ മാത്രമേ ഒരു ചെറിയ ചേഞ്ചസ്, ബാക്കി എല്ലാം സെയിം ആണ്. നമ്മൾ നോർമലി ആ ഒരു പർട്ടിക്കുലർ മന്ത് മാത്രമേ ഓപ്പൺ ചെയ്യുന്നുള്ളൂ എങ്കിൽ പിന്നെ കോൺഫിഗറേഷൻ സെയിം തന്നെയാണ്. ഇത്രയും വാല്യൂസ് ആണ് കൊടുക്കേണ്ടത്. ജസ്റ്റ് ഒന്ന് എൻ്റർ കൊടുക്കുമ്പോൾ സിസ്റ്റം അത് ആക്സെപ്റ്റ് ചെയ്തായിട്ട് കാണാൻ പറ്റും. ഒന്ന് സേവ് ചെയ്യും. ഇപ്പോൾ എവരി മന്ത് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കണം.
ഇനി നമ്മളത് ചേഞ്ച് ചെയ്യണം. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളിപ്പോൾ 4th എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ജൂലൈ ആണ്, നമ്മൾ ജൂലൈ കഴിഞ്ഞ് ഓഗസ്റ്റിലേക്ക് പോകുമ്പോൾ ഇത് 5th ആക്കി കൊടുക്കണം, എങ്കിലും മാത്രമേ നമുക്ക് 5th ചെയ്യാൻ പറ്റുള്ളൂ. എവറി മന്ത് നമ്മൾ ചേഞ്ച് ചെയ്യണം ഈ ഒരു വാല്യൂ മാത്രം. ഫ്രം പീരീഡ് ടു പീരീഡിലെ ഈ 4 എന്ന വാല്യൂ മാറ്റി 5th ആയി കൊടുക്കണം. 5 to 5 കൊടുത്താൽ മാത്രമേ നമുക്ക് അടുത്ത പീരീഡിലേക്ക് പോകാൻ പറ്റുള്ളൂ. നമുക്ക് ഫസ്റ്റിലെ 1 to 12 അങ്ങനെ കൊടുക്കാൻ പറ്റില്ലേ? അന്നേരം 1 to 12 കൊടുക്കുമ്പോൾ ഞാനിവിടെ 1 കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ യൂസേഴ്സിനും എന്ത് ചെയ്യാൻ പറ്റും, ഈ 1 to 3 ഉള്ള പീരീഡിൽ ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യാൻ പറ്റും. നമുക്ക് യൂസർ ലെവലിൽ ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല, യൂസേഴ്സിന് ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യുന്നതിൽ ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇപ്പം കറന്റ് ഇപ്പം ഓക്കെ പറഞ്ഞോളൂ. ഏപ്രിൽ മന്ത് തൊട്ട് മീൻസ് നെക്സ്റ്റ് മാർച്ച് വരെ അപ്പൊ ഓരോരോ മന്ത് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക് ബ്ലോക്ക് ആകത്തില്ല? ഇല്ല. നമ്മളിത് ഇവിടെ കൊടുക്കുന്ന പീരീഡ് ഏതാണോ ആ പീരീഡ് അവിടെ ഓപ്പൺ ആയിരിക്കും. അപ്പോൾ ഈ എല്ലാ യൂസേഴ്സും ഈ SAP സിസ്റ്റത്തിൻ്റെ ബാക്ക് എൻഡിൽ അത്ര അങ്ങോട്ട് ഫെമിലിയർ ആയിരിക്കില്ല. അവർ ജസ്റ്റ് ഒരു 1-2 T കോഡ് മാത്രം എൻ്റർ ചെയ്യുന്ന ആൾക്കാരായിരിക്കും കോമൺലി യൂസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ 1-2 പേരേ ഉള്ളൂ ഇത് ടെക്നിക്കലി പഠിച്ച്. ഇപ്പം നിങ്ങളതിന് ടെക്നിക്കലി നോളജ് ഉള്ളവരാണ്. അപ്പോൾ അതിന് നോളജ് ഉള്ളവരായിരിക്കണം എന്നില്ല എല്ലാ യൂസേഴ്സും. അവർ ആ ഒരു പോസ്റ്റിൽ വന്നതിന് ശേഷം അവരോട് പറയുന്ന 1-2 ട്രാൻസാക്ഷൻ മാത്രം എൻ്റർ ചെയ്യാൻ വേണ്ടി കേപ്പബിലിറ്റി ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഈ ഡേറ്റിൻ്റെ പ്രാധാന്യവും ഈ ഡേറ്റ് ക്ലോസ് ചെയ്തതിനകത്ത് ഒരു ക്ലോസിൻ്റെ പീരീഡിനകത്ത് ഒരു ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്തുള്ള ബുദ്ധിമുട്ട് അവർക്ക് അറിയണമെന്നില്ല. അപ്പോൾ അവരങ്ങനെ ചെയ്തു പോയി കഴിഞ്ഞാൽ എൻ്റെ സിസ്റ്റം കൊളാപ്സ് ആകും. അപ്പോൾ നിങ്ങൾ ഓൾറെഡി റിപ്പോർട്ട് ജനറേറ്റ് ചെയ്ത് ആ റിപ്പോർട്ട് പല സ്ഥലങ്ങളിലേക്ക് അയച്ചു. ആ റിപ്പോർട്ടിൻ്റെ മുകളിലാണ് പിന്നെ പുതിയ ട്രാൻസാക്ഷൻ വരുമ്പോൾ ബാലൻസ് മിസ്റ്റേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങളിത് ക്യാൻസൽ ചെയ്താലും റിവേഴ്സ് ചെയ്താലും പക്ഷേ ആ എമൗണ്ട് ആ ഫിഗർ ആ ലൈനായിട്ട് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മൂവ്മെൻ്റ് അവിടെ വന്നു കഴിയുമ്പോൾ പിന്നീട് നമ്മുടെ റിപ്പോർട്ടിൽ ചേഞ്ചസ് വരും. അപ്പോൾ അതുകൊണ്ട് നോർമലി അത് അഡ്വൈസ് ചെയ്യുന്നില്ല 1 to 12 ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, കോൺസെപ്റ്റ് മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ ഇത് ഞാനിത് TT01 മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഞാനിത് സേവ് ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് മറ്റൊരു ഓപ്ഷൻ, എനിക്ക് TT02 കേസിൽ എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എനിക്ക് TT01 കോപ്പി എടുക്കാം. അപ്പോൾ അതിനൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഞാൻ നേരത്തെ TT01 എന്ന് കൊടുത്തതിന് പകരം താഴെ മെയിൻറ്റെയിൻ ഓൾ എന്ന ഓപ്ഷൻ കാണാം. ഈ മെയിൻറ്റെയിൻ ഓൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇതുപോലെ മറ്റ് വേരിയൻറ്റിനകത്ത് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ സെറ്റിങ്സും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിനകത്ത് നമ്മുടെ TT01 നമുക്ക് പർട്ടിക്കുലർലി സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ TT01 മാത്രം ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ TT01-നകത്തുള്ള 6 ലൈൻ ഐറ്റം, ആ 6 ലൈൻ ഐറ്റം ഞാൻ സെലക്ട് ചെയ്തു. ഏറ്റവും ഫസ്റ്റ് കാണുന്ന empty ബോക്സ് ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ സെലക്റ്റഡ് ആയി. ആ ലൈൻ ഐറ്റത്തിൻ്റെ കളർ ചേഞ്ച് ആയിട്ട് കാണാൻ പറ്റും. മുകളിൽ കോപ്പി ആസ് എന്ന ഓപ്ഷൻ ഉണ്ട്. കോപ്പി ആസ് കൊടുത്തു കഴിയുമ്പോൾ 6 ലൈൻ ഐറ്റം മാത്രം സെലക്ട് ആയി വരുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ വേരിയൻറ്റിൻ്റെ പേര് TT01 എന്ന് മാറ്റി TT02 ആക്കി കൊടുത്താലും നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ TT01 TT02 എല്ലാം ആ വേരിയൻറ്റ് മാറ്റി മറ്റ് വേരിയൻറ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു വേരിയൻറ്റ് ഇതുപോലെ ഓൾറെഡി ഒരു കോൺഫിഗറേഷൻ വേണമെങ്കിൽ ഓൾറെഡി സ്ക്രാച്ച് ചെയ്ത് നമുക്ക് ഡിഫൈൻ ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി മറ്റൊരു വേരിയൻറ്റ് ചെയ്ത് നമുക്ക് കോപ്പി എടുത്തും നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിതെല്ലാം ഇത് കോപ്പി എടുത്തു, ജസ്റ്റ് ഒന്ന് എൻട്രിക്ക് കൊടുക്കുമ്പോൾ അത് അഡാപ്റ്റഡ് ആയി. നമ്പർ ഓഫ് എൻട്രീസ് കോപ്പി 6 ലൈൻ ഐറ്റം കോപ്പി ആയെന്ന് കണ്ടിട്ടുണ്ട്. ഞാനത് സേവ് ചെയ്തു. അപ്പോൾ ഈ വലിയ കോൺഫിഗറേഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സിംപ്ലി അതിൻ്റെ കോപ്പിങ് എടുത്തിട്ട് അതിൽ നിന്ന് അതിനെ വെച്ച് നമുക്ക് പെട്ടെന്ന് ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ ആയപ്പോൾ ഇത് 2 കമ്പനിക്കും നമ്മളിപ്പോൾ ചെയ്തതായിട്ട് കാണാൻ പറ്റും. ഞാൻ ഒന്നും കൂടി ഓപ്പൺ പീരീഡ് കൊടുത്തു കഴിഞ്ഞാൽ മെയിൻറ്റെയിൻ ഓൾ കൊടുത്താൽ TT01-ലും TT02-ക്കും ഈ 12 ലൈൻ ഐറ്റം ഉണ്ട് ഇവിടെ. 01-ൻ്റെ 6-ൻ്റെയും 02-യുടെ സെയിം കോൺഫിഗറേഷനാണ് 02-നും ഉള്ളത്. നമുക്കിവിടെ ഇങ്ങനെ കിട്ടിയതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, TT01-ൻ്റെ കോൺഫിഗറേഷൻ സെപ്പറേറ്റ് മാറ്റാം. TT01-ന് നിങ്ങൾക്ക് മറ്റൊരു പീരീഡ് വേണമെങ്കിൽ ഓപ്പൺ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മളിവിടെ 3 സ്റ്റെപ്പും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പീരീഡ് വേരിയൻറ്റ് നമ്മൾ കോപ്പി ചെയ്തിട്ടുണ്ട്, നമ്മുടെ കമ്പനി കോഡിന് അസൈൻ ചെയ്തിട്ടുണ്ട്, അതുപോലെ അതിനകത്ത് നമ്മൾ കോൺഫിഗറേഷൻ ചെയ്തിട്ടുണ്ട്. ഇത് ഓക്കെയാണോ ഈ കോൺസെപ്റ്റ്? കോൺസെപ്റ്റ് ക്ലിയർ ആയി സർ. സ്റ്റെപ്സ് ചെറിയ കൺഫ്യൂഷൻ, അത് റെക്കോർഡ് ചെയ്തിട്ടില്ല സർ? റെക്കോർഡിംഗ് ഉണ്ട്. ഞാനിപ്പോൾ ഇന്നലെ അയച്ചെന്ന വീഡിയോയ്ക്ക് അതുകൊണ്ട് ഞാനിപ്പോൾ ഇന്ന് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇന്ന് ഓഡിയോ ക്ലിയർ ആണെങ്കിൽ ഞാൻ ഇട്ട് തരാം.
എന്തോ ശരി. ഇപ്പൊ മനസ്സിലായിട്ടുണ്ട്. ഇനി ചെയ്യുമ്പോഴായിരിക്കും ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ സംശയം ചോദിച്ചാൽ മതി കേട്ടോ. അത് കാരണം ഈ സ്റ്റെപ്പൊക്കെയാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും ടഫസ്റ്റ് ആയ ഒരു സ്റ്റെപ്പുകളിൽ കൂടെ ഇപ്പം നമ്മൾ പോകുന്നത്. ഇതിന് ഇത്രയും ടഫായ സ്റ്റെപ്പുകൾ ഇനി വരാനില്ല. ഒരെണ്ണം കൂടിയുണ്ട്. ഈ 3 സ്റ്റെപ്പുകൾ വെച്ച് കുറച്ച് കൺഫ്യൂസിങ് ആണ്. അപ്പോൾ നിങ്ങളത് മീൻസ് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഇതിനകത്തൊരു തെറ്റ് വന്നാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, കാരണം ഇതൊക്കെ ടെസ്റ്റ് സെർവേഴ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കിയോളൂ, അതേ ഉള്ളൂ. അപ്പോൾ എറർ വന്നാലും നമുക്ക് നാളെ ഇത് കണക്ട് ചെയ്യുന്ന സമയത്ത് ഞാനത് റെക്ടിഫൈ ചെയ്ത് തരാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ആ സമയത്ത് ഓൺലൈനിൽ വന്നാലും ഞാനത് കറക്റ്റ് ചെയ്ത് തരും. ഇഷ്യൂ ഇല്ല. ഏത് സമയത്താണ് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം ചെയ്ത് നോക്കുക. മാക്സിമം സ്വന്തം തന്നെ ട്രൈ ചെയ്ത് നോക്കുക, എങ്കിലേ അത് പഠിക്കുകയുള്ളൂ ഇങ്ങനത്തെ കാര്യങ്ങൾ. 3 സ്റ്റെപ്പാണ്. ഒന്ന് ഡിഫൈൻ, മറ്റൊന്ന് അസൈൻ, മൂന്നാമത്തത് അതിനകത്ത് നമ്മൾ ഏത് പീരീഡ് ഓപ്പൺ ചെയ്യണം, ഏത് പീരീഡ് ക്ലോസ് ചെയ്യണം, ഈ ഒരു കോൺസെപ്റ്റ് പറഞ്ഞു. അപ്പം ഇത്രയാണ് ഫിസിക്കൽ എറും അതുപോലെ പോസിറ്റീവ് പീരീഡുമായിട്ട് വേണ്ട കാര്യങ്ങൾ. അപ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ കണ്ടു. നമ്മൾ ഏതാണ് നമ്മുടെ ഫിസിക്കൽ എർ വേരിയൻ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്, അതുപോലെ ഏതാണ് നമ്മുടെ പോസിറ്റീവ് പീരീഡ്, ഏതാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്, ഏതാണ് ക്ലോസ് ചെയ്യുന്നത്. അപ്പം ഈ പോസിറ്റീവ് പീരീഡ് ഓപ്പൺ ക്ലോസ് എന്ന് പറയുന്ന ആ ഒരു കാര്യം നിങ്ങളുടെ ഫിസിക്കൽ എർ വേരിയൻറ്റുമായിട്ട് ഡിപ്പെൻഡഡ് ആണ്. ഇപ്പം ഞാനിവിടെ K4 എടുത്തിട്ട് 5 എന്ന് പറഞ്ഞാൽ അത് നോർമലി 5th മന്ത് ആയിരിക്കും, മെയ് ആയിരിക്കും അല്ലേ. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് ആയിരിക്കും ഓപ്പൺ. K4 ആണ് ഉപയോഗിച്ചതെങ്കിൽ, ഞാൻ V3 ആണ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ജൂലൈ ആണ് ഓപ്പൺ ആയി കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന വേരിയൻ്റ് അനുസരിച്ച് മാറ്റം വരും. ഇപ്പോൾ നിങ്ങൾ ഈവൻ നിങ്ങൾ K4 ആണ് നിങ്ങളുടെ കമ്പനി കൊണ്ട് കൊടുത്തതെങ്കിൽ നിങ്ങൾക്ക് ജൂലൈയിൽ ട്രാൻസാക്ഷൻ പാസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ 7th പീരീഡ് വേണം ഓപ്പൺ ചെയ്യാൻ പറയാം. പക്ഷേ അത് നിങ്ങൾ മാറിപ്പോയാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന ട്രാൻസാക്ഷനിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്ത് സിസ്റ്റം അത് വാൺ ചെയ്യും, നിങ്ങളത് ഓപ്പൺ അല്ലാന്ന് സിസ്റ്റം പറയും. ആ സമയത്ത് നമ്മളത് മാറ്റി കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുകൊണ്ട് ഇവിടെ ഒരു മിസ്റ്റേക്ക് വന്നു വെച്ചത് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നല്ല, നമുക്കത് എപ്പോഴാണ് എഡിറ്റ് ചെയ്യാം. ആ വേരിയൻറ്റിൻ്റെ പേരൊഴിച്ച് നിങ്ങൾ ഡിഫൈൻ ചെയ്ത് ആ വേരിയൻറ്റിൻ്റെ കോഡ് ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. വേരിയൻ്റ് കോഡ് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള വലിയ മിസ്റ്റേക്ക് അല്ല, കാരണം അത് ജസ്റ്റ് ഒരു ടേം മാത്രമല്ലേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ലൈനായിട്ട് എനിക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ചെയ്ത കോൺഫിഗറേഷൻ തെറ്റിപ്പോയെങ്കിൽ എനിക്ക് സെലക്ട് ചെയ്തിട്ട് ഒരു ഡിലീറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്, അതിനുശേഷം ഡിലീറ്റ് ചെയ്തിട്ട് മാറ്റി ചെയ്താൽ മതി. അപ്പോൾ അത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. കോൺഫിഗറേഷൻ സൈഡൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും നോർമലി പറ്റും. ചില കാര്യങ്ങൾക്ക് മാത്രമേ ലിമിറ്റേഷൻ ഉള്ളൂ. പക്ഷേ നമ്മൾ ഫ്രണ്ട് യൂസർ ലെവലിലേക്ക് വന്നു കഴിയുമ്പോഴാണ് ഈ ഡിലീഷനും എഡിഷനും പെർമിഷൻ ഇല്ലാത്തത്. ബാക്കി എല്ലായിടത്തും ഉണ്ട്. അത് ഈ ഡിലീഷനും എഡിഷനും നമുക്ക് യൂസർ ലെവലിലല്ല, സിസ്റ്റം ഫുള്ളി അങ്ങനെ തന്നെയാണ് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് യൂസർ ലെവലിൽ അല്ലെങ്കിൽ ഒരു കീ യൂസർക്ക് അത് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള പ്രൊവിഷനും ഇല്ല. കൺസൾട്ടൻസിന് മാത്രമേ എന്തെങ്കിലും കാര്യങ്ങൾ ഡേറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ബാക്ക് എൻഡിൽ നിന്ന് വേണമെങ്കിൽ ഡാറ്റ ഡിലീറ്റ് ചെയ്യാം, പക്ഷേ ഫ്രണ്ട് എൻഡിൽ നമുക്ക് ഇതൊന്നും ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ നമുക്കത് കറക്റ്റ് ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ ഈ ടോപ്പിക് ഓക്കെ ആണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. അപ്പോൾ ഞാനിന്ന് പറഞ്ഞ ഇതാണ് പോസിറ്റീവ് വേരിയന്റിനെ കുറിച്ച് ഞാനിന്ന് പറഞ്ഞത്. 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, അതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടു. അത് എങ്ങനെയാണ് കമ്പനി കൊണ്ട് അസൈൻ ചെയ്തതെന്ന് കണ്ടു. അതുപോലെ തന്നെ എങ്ങനെയാണ് അതിൻ്റെ വാല്യൂ നമ്മൾ ഡിഫൈൻ ചെയ്തതെന്ന് നമ്മൾ കണ്ടു. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്ക് ഫീൽഡ് സ്റ്റാറ്റസ് വേരിയൻ്റ് എന്നൊരു ടോപ്പിക്കാണ്. ഫീൽഡ് സ്റ്റാറ്റസ് FSV എന്ന് ഷോർട്ടായിട്ട് പറയും. ഈ പോസിറ്റീവ് വേരിയൻറ്റിന് PPV എന്ന് ഷോർട്ടായിട്ട് പറയും. ചില സ്ഥലങ്ങളിൽ PPV എന്ന് മാത്രമേ കാണിക്കുകയുള്ളൂ. എവിടെയെങ്കിലുമൊക്കെ ചില സ്ഥലത്ത് പോസിറ്റീവ് വേരിയൻറ്റ് PPV എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് OBY6 എന്താ പറയുന്നത് നോക്കാം. TT0 കമ്പനി കോഡ് ലെവലിലാണ് OBY6 ചെക്ക് ചെയ്യേണ്ടത്. ഇവിടെ ഫീൽഡ് സ്റ്റാറ്റസ് ഫിസിക്കൽ എർ വേരിയൻറ്റ് V3 ആണ് അസൈൻ ചെയ്തത്. അതുപോലെ തന്നെ പോസിറ്റീവ് പീരീഡ് വേരിയൻറ്റ് പോസിറ്റീവ് പീരീഡ് വേരിയൻറ്റ് TT01 ആണ് എന്നിവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ചെയ്ത എല്ലാ സ്റ്റെപ്പുകളും ഇവിടെ കാണിക്കുന്നുണ്ട്. കമ്പനി കോഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, കമ്പനി അസൈൻ ആയിട്ടുണ്ട്, ഫിസിക്കൽ എർ വേരിയൻറ്റ് അസൈൻ ആയിട്ടുണ്ട്, പോസിറ്റീവ് പീരീഡ് വേരിയൻറ്റും അസൈൻ ആയിട്ടുണ്ട്. 2 കമ്പനിക്കും ഉണ്ടാവും. നെക്സ്റ്റ് കമ്പനി എടുത്താലും ഇതേ ഇൻഫർമേഷൻ നമുക്ക് കാണാൻ പറ്റും. അതിന് TT0 കോമൺ ആണ്, V3 ആണ് അസൈൻ ചെയ്തിരിക്കുന്നത്. TT02 എന്ന പോസിറ്റീവ് പീരീഡ് വേരിയൻറ്റ് PPV ആണ് നമ്മളതിന് അസൈൻ ചെയ്തിരിക്കുന്നത്. ഫിസിക്കൽ എർ വേരിയൻറ്റ് FSV എന്ന് പറയും, PPV എന്ന് പറയും പോസിറ്റീവ് പീരീഡ് വേരിയൻറ്റ്. നമ്മളിപ്പോൾ പുതിയതായിട്ട് നോക്കുന്നത് ഫീൽഡ് സ്റ്റാറ്റസ് വേരിയൻ്റ് ആണ്. ഫീൽഡ് സ്റ്റാറ്റസ് വേരിയൻറ്റ് നെക്സ്റ്റ് ടോപ്പിക്. ഓക്കെ, ഈ ഫീൽഡ് സ്റ്റാറ്റസ് വേരിയൻ്റ് എന്ന് പറയുന്നത്, ഞാൻ ട്രാൻസാക്ഷനിലേക്ക് വരാം. നമ്മൾ ഏറ്റവും കോമൺലി ഉപയോഗിക്കുന്ന ട്രാൻസാക്ഷനാണ് ഈ OB
50 നമ്മൾ GL അക്കൗണ്ട് ഡോക്യുമെൻ്റ് ചെയ്യുന്ന ട്രാൻസാക്ഷൻ OB50 എന്ന് പറയുന്നത്. നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ചെയ്യേണ്ട ടോപ്പിക്ക് ഇതെല്ലാം കഴിയുമ്പോൾ നമ്മൾ പോകുന്നത് GL അക്കൗണ്ട് എന്ന ടോപ്പിക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. നിങ്ങൾ കോഴ്സ് ഷെഡ്യൂൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കോഴ്സ് പ്ലാൻ എടുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പം നമ്മൾ കമ്പനി ക്രിയേഷൻ ചെയ്തു, കമ്പനി കോഡ് അസൈൻ ചെയ്തിട്ടുണ്ട്, വേരിയൻറ്റ് കോൺസെപ്റ്റ് പറയുന്നത് ഫിസിക്കൽ വേരിയൻറ്റ് പറഞ്ഞു, പോസിറ്റീവ് വേരിയൻറ്റ്, ഫീൽഡ് സ്റ്റാറ്റസ് വേരിയൻറ്റ് പറഞ്ഞു, പിന്നെ കുറച്ച് ടോളറൻസ് പറഞ്ഞതിന് ശേഷം നമ്മൾ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എന്ന ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത് ലിസ്റ്റ് ഓഫ് GL അക്കൗണ്ട്സ് ആണ്, അല്ലെങ്കിൽ GL അക്കൗണ്ട് ലിസ്റ്റാണ്. അപ്പോൾ GL എന്ന മോഡ്യൂളാണ് നമ്മൾ ആദ്യം കോൺഫിഗർ ചെയ്യുന്നത്. അതിനുശേഷമേ നമ്മൾ അക്കൗണ്ട്സ് റിസീവബിളും അക്കൗണ്ട്സ് പേയബിളിലേക്ക് നമ്മൾ പോകുന്നുള്ളൂ. അപ്പോൾ GL എന്ന മോഡ്യൂൾ കോൺഫിഗർ ചെയ്യുമ്പം അതിന് പ്രയർ റിക്വസിറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഫീൽഡ് സ്റ്റാറ്റസ് വേരിയൻ്റ് എന്ന് പറയുന്നത്. GLൻ്റെ ഫീൽഡ് സ്റ്റാറ്റസ് വേരിയൻ്റ്. ഫീൽഡ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഇത്രയേ ഉള്ളൂ, നമ്മളൊരു ട്രാൻസാക്ഷൻ ചെയ്യുമ്പം ഉപയോഗിക്കുന്ന ഫീൽഡുകൾ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതൊരു ഫീൽഡാണ്, GL എന്ന് പറയുന്ന ഈ ഒരു ഫീൽഡാണിത്. ഇതിന് നമ്മൾ എൻറ്റയർ ഇതിനെ ലൈൻ ഐറ്റം എന്ന് വിളിക്കും. ഈ ഫുള്ളി കാണുന്ന ഇതിനെ ലൈൻ ഐറ്റം എന്ന് വിളിക്കും. ആ ലൈൻ ഐറ്റത്തിൽ ഇൻഡിവിജ്വലായിട്ട് കാണുന്ന ഈ ഓരോ സെല്ലുകളെയും, അല്ലെങ്കിൽ എക്സൽ ആണെങ്കിൽ സെല്ല് എന്ന് പറയും, അല്ലെങ്കിൽ കോളങ്ങളെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ഫീൽഡ് എന്ന് പറയുന്നത്. അതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്ന കാര്യമാണ് നമ്മൾ ഈ ഫീൽഡ് സ്റ്റാറ്റസ് വേരിയൻ്റ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഫീൽഡിൻ്റെ കേസ് പറയുമ്പോൾ ഇതിപ്പോൾ ഞാനൊരു GL അക്കൗണ്ട് എൻ്റർ ചെയ്യുന്ന ട്രാൻസാക്ഷൻ, അപ്പോൾ നേരത്തെ ഞാൻ ചെയ്ത ഒരു അതർ എക്സ്പെൻസസിൻ്റെ ഒരു എൻട്രി, അതർ എക്സ്പെൻസ് ഡെബിറ്റ് ചെയ്ത് ബാങ്ക് ക്രെഡിറ്റ് ചെയ്തൊരു എൻട്രി, ഞാൻ എൻട്രി ട്രാൻസാക്ഷൻ ഇട്ട് കാണിച്ചത്. ഞാനിവിടെ അതർ എക്സ്പെൻസസിനാണ് ഡെബിറ്റ് ചെയ്തേക്കുന്നത്, ബാങ്കിനെയാണ് ക്രെഡിറ്റ് ചെയ്തേക്കുന്നത്. ഡെബിറ്റ് ചെയ്തു, ക്രെഡിറ്റ് ചെയ്തു, എമൗണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇവിടെ എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് കോളൊക്കെ ഞാൻ ബ്ലാങ്ക് ആയിട്ട് വിട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ വെച്ച് എൻ്റർ കീ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു, ഇവിടെയൊക്കെ നമ്മൾ എൻ്റർ കീ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ കംപ്ലീറ്റ് ഡാറ്റ എൻ്റർ ചെയ്തോ എന്ന് കൺഫേം ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം ഒരു വാലിഡേഷൻ ഇവിടെ, ഡാറ്റ വാലിഡേഷൻ എന്നൊരു പ്രോസസ്സ് എക്സൽ പഠിച്ചവർക്കറിയാം. ഒരു ഡാറ്റ വാലിഡേഷൻ എന്ന പ്രോസസ്സ് നോർമലി ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയറിൻ്റെയൊക്കെ ബാക്കെൻഡിൽ അത് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഡാറ്റ വാലിഡേഷൻ ആക്ച്വലി റൺ ചെയ്യുന്നത് നിങ്ങൾ റിക്വയർഡ് ഡാറ്റകളെല്ലാം എൻ്റർ ചെയ്തോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, എല്ലാ യൂസേഴ്സും SAPയുടെ ടെക്നിക്കൽ സൈഡിൽ ഫെമിലിയർ ആയിരിക്കണം എന്നില്ല. അവർക്ക് അസൈൻ ചെയ്തത് അവർ ഡാറ്റ എൻട്രി എന്നല്ല, ഡാറ്റ എൻട്രി ലെവലിൽ മാത്രമേ അവർ കാര്യങ്ങൾ കാണുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അവർക്ക് ഈ ഫീൽഡുകൾ എന്താണെന്നൊന്നും അറിയില്ല. അവർക്ക് നാലാമത്തെ കോളത്തിൽ എമൗണ്ട് എൻട്രി ചെയ്യണം, ആറാമത്തെ കോളത്തിൽ ടെക്സ്റ്റ് കൊടുക്കണം, അങ്ങനെ ഒരു ഇൻഫർമേഷനേ അവർക്ക് ഉണ്ടാവുള്ളൂ, അത്രയും നോളജേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവരോട് നമ്മളിവിടെ ഈ കാര്യത്തിൽ എന്താ ചെയ്യാഞ്ഞെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അവർക്ക് അത് അറിയണമെന്നുണ്ടല്ലോ. ഇത് വൺസ് ഇത് പോസ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു ഫീൽഡ് പിന്നീട് ഉപയോഗിക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കമ്പനി ഒരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഡാറ്റ എൻ്റർ ചെയ്യുമ്പോൾ അതിനകത്ത് എല്ലാ ഡാറ്റയും വന്നോന്നൊന്ന് കൺഫേം ചെയ്യണം. അപ്പോൾ അതാണ് ഈ ഡാറ്റ വാലിഡേഷൻ്റെ ഒരു പർപ്പസ്. അപ്പോൾ ഞാനിതാ ഇവിടെ ഇപ്പോൾ ഒരു ട്രാൻസാക്ഷൻ ടെസ്റ്റ് ഡാറ്റ എൻ്റർ ചെയ്യുമ്പോൾ GL അക്കൗണ്ട് നമ്പർ, ഇത് GL അക്കൗണ്ട് നമ്പറാണ്, ഈ 55000000 എന്ന GL അക്കൗണ്ട് നമ്പറാണ്. തൊട്ട് താഴെ കിടന്ന 15001000 എന്ന് പറയുന്നത് GL അക്കൗണ്ട് നമ്പറാണ്. ഞാൻ ഇത്രയും മാത്രം കൊടുത്തൊന്ന് എൻ്റർ കീ കൊടുത്തു. ഇപ്പം തന്നെ ഒരു വാണിംഗ് എനിക്ക് താഴെ വന്നു. ഇത് അലേർട്ട് വാണിംഗ് ആണ്. ഈ ട്രയാങ്കിൾ കാണുന്ന ഒരു അലേർട്ട് വാണിംഗ് ആണ്. അതിനകത്ത് അത് ടാക്സ് റിലവൻ്റ് ആണ്, ടാക്സ് കോഡ് അസൈൻ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ അത് അലേർട്ട് ആയതുകൊണ്ട് ടാക്സ് കോഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ചെയ്തു ഒന്നുകൂടെ എൻ്റർ കീ കൊടുത്തു. അപ്പോൾ തൊട്ട് താഴെ ഒരു വാണിംഗ് വന്നു, അത് റെഡ് വാണിംഗ് ആണ്, കാരണം എന്നെ അത് ബ്ലോക്ക് ചെയ്തു. എൻ എൻട്രി റിക്വയർഡ് ഇൻ വാല്യൂ ഡേറ്റ് ഫീൽഡ് ഫോർ അക്കൗണ്ട് 15015001000. ഈ അക്കൗണ്ടിൻ്റെ വാല്യൂ ഡേറ്റിൻ്റെ കോളത്തിൽ ഒരു വാല്യൂ വേണമെന്നാണ് പറയുന്നത്, എൻട്രി വേണമെന്നാണ് പറയുന്നത്. കാരണം ഇത് ബാങ്കാണ്, ബാങ്ക് ആയതുകൊണ്ട് അതിൻ്റെ ട്രാൻസാക്ഷൻ്റെ വാല്യൂ ഡേറ്റിനകത്ത് ആ വാല്യൂ വേണം, അതാണ് സിസ്റ്റം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനവിടെ വാല്യൂ ഡേറ്റിൽ ഒരു വാല്യൂ എൻ്റർ ചെയ്യാൻ വേണ്ടി പോകും. അപ്പോൾ ഇത് നോർമലി വാല്യൂ എന്ന് പറയുമ്പോൾ ഒരു ഡേറ്റ് ആയിരിക്കും. ഞാൻ ഇന്നത്തെ ഡേറ്റ് തന്നെ ചൂസ് ചെയ്ത് കൊടുത്തു, ഒന്നുകൂടെ എൻ്റർ കീ കൊടുത്തു. അലേർട്ട് പോയി എന്ന് മാത്രമല്ല, ഇപ്പം നിങ്ങളോട് നോക്കിക്കഴിഞ്ഞാൽ സിസ്റ്റം ആ രണ്ട് ലൈൻ ഐറ്റം ചെക്ക് ചെയ്തിട്ട് ലൈൻ ചെക്കഡ് അത് ടിക്ക് ഇട്ടിട്ടുണ്ട്. ടിക്ക് മീൻസ് ലൈൻ ചെക്ക് ചെയ്തിട്ട് ലൈൻ ഓക്കെ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. മീൻസ് അവിടെ വേറെ എറേഴ്സ് ഒന്നുമില്ല, അല്ലെങ്കിൽ വേറെ അവിടെ റെക്കോർഡായ കാര്യങ്ങളൊന്നും ഇല്ല. ഇനി മുകളിൽ നിങ്ങൾക്ക് കാണാം ബാലൻസ് ഈക്വൽ 0. അവിടെ എനിക്ക് ഒരു ഗ്രീൻ ഐക്കൺ തന്നിട്ടുണ്ട്, മീൻസ് ബാലൻസ് ഓക്കെയാണ് സിസ്റ്റം അവിടെ ചെക്ക് ചെയ്തിട്ടുണ്ട്. സിസ്റ്റം താഴെ മുകളിലൊക്കെ ഇത് കണ്ട് ഈ ഡേറ്റ് കോളമൊക്കെ സിസ്റ്റം ഫ്രോസൺ ആക്കി, മീൻസ് അതൊക്കെ കോളം സിസ്റ്റം ആക്സെപ്റ്റ് ചെയ്തു. അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഈ കോളം ആക്സെപ്റ്റ് ചെയ്തത് ഫ്രോസൺ ആക്കി.
ഇതിൻ്റെ കറസ്പോണ്ടിങ് ടെക്സ്റ്റ് കാണിച്ചു അതർ എക്സ്പെൻസ് ആണ് ഡെബിറ്റ് അയക്കുന്നത്. കറണ്ട് അക്കൗണ്ട് ഫെഡറൽ ബാങ്ക് കറണ്ട് അക്കൗണ്ട് INR നമ്പർ വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ഡീറ്റെയിൽ സിസ്റ്റം കാണിച്ചിട്ടുണ്ട്. തൊട്ട് മുകളത്ത് അതുപോലെ തന്നെ ഈ 55000000 എന്ന GL അക്കൗണ്ടിന് ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചതുമില്ല. അവിടെ അത് ഒരു നോർമൽ അക്കൗണ്ട് ആയതുകൊണ്ട് നോർമൽ എക്സ്പെൻസ് അക്കൗണ്ട് ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചില്ല. അങ്ങനെ നമുക്ക് വേണ്ടതൊക്കെ ഇപ്പം ഇവിടെ ഈ ബാങ്ക് ആയതുകൊണ്ട് റീകൺസിലേഷൻ്റെ പർപ്പസിന് വേണ്ടി നിർബന്ധമായി വാലിഡേറ്റ് വേണം. കാരണം സിസ്റ്റം റീകൺസിൽ ചെയ്യുമ്പോൾ ഓട്ടോ റീകൺസിലേഷൻ്റെ കേസിൽ സിസ്റ്റം വാലിഡേറ്റ് ചെക്ക് ചെയ്തിട്ട് റീകൺസിൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഈ വാലിഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആകുന്നത് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് സിസ്റ്റം അത് ചെക്ക് ചെയ്ത് അതോടെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തി കൺഫേം ചെയ്ത് സിസ്റ്റം എന്ത് ചെയ്തു, പോസ്റ്റ് ചെയ്യാൻ പെർമിഷൻ തന്നു. ഇനി പക്ഷേ ഇവിടെ ഇത്രയും കോളങ്ങളൊന്നും അല്ല ഉള്ളത്. ഒരു ടെക്സ്റ്റ് കോളം ഇവിടെ ഉണ്ട്, നറേഷൻ കോളം ഉണ്ട്. ഞാനത് ഫില്ല് ചെയ്തിട്ടില്ല. ഇനി ഇങ്ങോട്ട് നിങ്ങളൊന്ന് ടാബ് കൊടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കോളങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏകദേശം നമ്മൾ ഇതിൻ്റെ ഒന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 65ഓളം ഫീൽഡുകളുണ്ട് ഒരു SIPയുടെ ഒരു ലൈൻ ഐറ്റത്തിൽ. അത് ഒരു സിംഗിൾ ലൈൻ ഐറ്റത്തിൽ ഏകദേശം 65ഓളം കോളങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പം സിസ്റ്റം നിങ്ങളോട് പറയാം, ഞാനിപ്പോൾ എൻ്റർ കൊടുത്ത് പറയാം അത് ആ കോളം വേണം. ഇപ്പോൾ ഇങ്ങോട്ട് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കോസ്റ്റ് സെൻറ്റേഴ്സ് ഉണ്ട്, പ്രോഫിറ്റ് സെൻറ്റേഴ്സ്, ഓർഡേഴ്സ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ സിസ്റ്റം പറയാം ഇത് ഓർഡർ വേണം, പ്രോഫിറ്റ് സെൻറ്റർ വേണം, അസൈൻമെൻറ്റ് കോളത്ത് വാല്യൂ വേണം എന്നൊക്കെ പറയുവാണെങ്കിൽ നിങ്ങൾക്കൊരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞ പോലെ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്തതുപോലെ ഇവിടെ വാല്യൂ ഡേറ്റ് നിർബന്ധമാണ്. അപ്പോൾ വാല്യൂ ഡേറ്റ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അൺനെസറിയായിട്ട് കോളങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കമ്പനി കൂടുമായിട്ട് റിലവൻ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്യുകയും വേണം. അപ്പം ഇങ്ങനെ വേണ്ട കാര്യങ്ങൾ അവിടെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നു എന്നും യൂസേഴ്സ് അവിടെ ഇൻസേർട്ട് ചെയ്യുന്നു എന്നും വേണ്ടാത്ത കാര്യങ്ങൾ ഇൻസേർട്ട് ചെയ്യുന്നില്ല എന്നും കൺഫേം ചെയ്യണം. അതുപോലെ ചില കോളങ്ങൾ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനൊരു ടെക്സ്റ്റ് കോളത്തിൽ ഞാൻ ഒന്നും എൻ്റർ ചെയ്തിട്ടില്ല, പക്ഷേ എനിക്കിവിടെ നറേഷൻ കൊടുക്കണം. അപ്പോൾ ഞാനൊരു നറേഷനത്തെ ടെസ്റ്റ് ഡോക്യുമെൻ്റ് ആണെന്ന് ജസ്റ്റ് എൻ്റർ ചെയ്തു. ഇവിടെ ടെസ്റ്റ് ഡോക്യുമെൻ്റ് ആണെന്ന് എൻ്റർ ചെയ്തു. ഞാനിവിടെ എൻ്റർ കീ കൊടുത്തപ്പോൾ സിസ്റ്റം ഒന്നും വാണിംഗ് ഒന്നും തന്നില്ല. സിസ്റ്റം അത് ഓക്കെ ആണെന്ന് തന്നെ പറയുള്ളൂ. കാരണം ആ കോളത്തിൽ എൻ്റർ ചെയ്യുകയോ എൻ്റർ ചെയ്യാതിരിക്കുകയോ എൻ്റെ ഓപ്ഷനാണ്, യൂസറുടെ ഓപ്ഷനാണ്. യൂസറുടെ വേണമെങ്കിൽ എൻ്റർ ചെയ്യാം, വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഈ എമൗണ്ട് കോളത്തിലോ മറ്റൊരു സ്ഥലത്തോ എന്തെങ്കിലും ഒരു കാര്യം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ കോളത്തിൽ ആ വാല്യൂ ഉണ്ടെങ്കിൽ മാത്രമേ, മീൻസ് അത് ആക്സെപ്റ്റബിൾ ആണെങ്കിൽ മാത്രമേ സിസ്റ്റം അത് എടുക്കുകയുള്ളൂ. അപ്പം ഇതാണ് ഈ ഡാറ്റ വാലിഡേഷൻ എന്ന് പറയുന്ന ആ ഒരു ഫങ്ഷണാലിറ്റീൻ്റെ യൂസേജ്. ഈ ഡാറ്റ വാലിഡേഷൻ വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കമ്പനി കോഡിനകത്ത് ഫീൽഡ് സ്റ്റാറ്റസ് വേരിയൻ്റ് ഉണ്ടായിരിക്കണം. ഫീൽഡ് സ്റ്റാറ്റസ് വേരിയൻ്റ് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ, ഒരു പർട്ടിക്കുലർ ഫീൽഡിനെ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യണം. അപ്പം ഇപ്പോൾ ഈ ഒരു കേസ് പറഞ്ഞാൽ ഈ ഒരു വാല്യൂ ഡേറ്റ് എന്ന് അതിനകത്ത് നിർബന്ധമായ ഡാറ്റ വേണം എന്ന് പറയുമ്പോൾ റിക്വേർഡ് ഫീൽഡാണ്. ടെക്സ്റ്റ് കോളം, ഇപ്പോൾ ഈ ഒരു കേസിൽ ടെക്സ്റ്റ് കോളം അത് ഓപ്ഷനിലാണ്. കാരണം അവിടെ വേണോ വേണ്ടോ നിങ്ങളാണ് തീരുമാനിക്കുന്നത്. ഇനി ഈ ഷോർട്ട് ടെക്സ്റ്റിൻ്റെ കോളം ഞാൻ അവിടെ ഒന്നും എൻ്റർ ചെയ്തില്ല, പക്ഷേ എന്നിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അവിടെ അതർ എക്സ്പെൻസ് എന്ന റിസൾട്ട് അവിടെ തന്നിട്ടുണ്ട്. മീൻസ് അത് ഡിസ്പ്ലേ ഓൺലിയാണ്. അവിടെ എനിക്കത് പക്ഷേ ഈ ടെക്സ്റ്റ് എനിക്ക് മാറ്റാൻ പെർമിഷൻ ഇല്ല, അത് ഡിസ്പ്ലേ ഓൺലിയാണ്. ഇനി ചിലപ്പോൾ ചില കോളങ്ങൾ ഇപ്പോൾ ഇവിടെ കണ്ടില്ല, ഇവിടെയൊക്കെ ചില ഏരിയാസ് ബ്ലാങ്ക് കിടപ്പുണ്ട്. കാരണം അത് ഡോക്യുമെൻ്റ് ടൈപ്പ് അനുസരിച്ച് സപ്രസ്സായി പോകുന്നതാണ്. അപ്പോൾ സപ്രസ് എന്നൊരു ഫംഗ്ഷൻ കൂടിയുണ്ട്. അതായത് നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡിനെ നിങ്ങൾക്ക് 4 രീതിയിൽ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്നുകിൽ അത് നിങ്ങൾക്ക് ഓപ്ഷണൽ എന്ന് പറയാൻ പറ്റും. നിങ്ങൾക്കതിനെ ഓപ്ഷണൽ എന്ന് പറയാൻ വേണ്ടി പറ്റും. മീൻസ് അത് ഓപ്ഷണൽ എന്ന് പറയുമ്പോൾ അത് യൂസറുടെ കൺട്രോളാണ്. അയാൾക്കത് വേണമെങ്കിൽ അവിടെ ഡാറ്റ ഇടാം, വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. റിക്വേർഡ് മീൻസ് നിർബന്ധമായും ഡാറ്റ വേണം. സപ്രസ് മീൻസ് ആ ഫീൽഡേ സിസ്റ്റം സപ്രസ് ചെയ്തോളെ. ഡിസ്പ്ലേ മീൻസ് ആ ഫീൽഡ് കാണിക്കും, പക്ഷെ അവിടെ നിങ്ങൾക്ക് കൺട്രോൾ ഉണ്ടാവും. ഈ 4 രീതിയിലാണ് ഇതിൻ്റെ കൺട്രോൾ നോർമലി ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ലീസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത് ഓപ്ഷനിലും ഹയസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത് റിക്വേർഡുമാണ്. മീൻസ് അത് ഏറ്റവും ഹയസ്റ്റ് വാല്യൂ റിക്വേർഡാണ്, ഏറ്റവും ലീസ്റ്റ് വാല്യൂ എന്ന് മീൻസ് ഓപ്ഷനിലാണ്. അപ്പോൾ ഈ 4 രീതിയിൽ നിങ്ങൾക്ക് ഫീൽഡിനെ കൺട്രോൾ ചെയ്യാം. അപ്പം ഇത് GL അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ GL അക്കൗണ്ട് വൈസാണ് ഇതിൻ്റെ കൺട്രോൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിർബന്ധമായും നിങ്ങളുടെ കമ്പനി കോഡിൽ ഈ ഫീൽഡ് സ്റ്റാറ്റസ് വേരിയൻ്റ് കൂടെ ഉണ്ടായിരിക്കണം. അപ്പം ആ ഒരു കാര്യമാണ് നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രത്യേകത ഞാൻ ഒന്നുകൂടെ കാണിച്ചത്. ഇപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇതിൻ്റെ കൺട്രോൾ വന്നത്. ഇപ്പോൾ ഇവിടെ ഈ 2 GL അക്കൗണ്ടും ഒരേ കമ്പനി കോഡ് തന്നെ ഉപയോഗിക്കുന്ന, ഇപ്പോൾ 55000000 GL അക്കൗണ്ടും 1500 എന്ന GL അക്കൗണ്ടും ഒരേ കമ്പനി തന്നെ ഉപയോഗിച്ചു. പക്ഷേ ആ 2 GL അക്കൗണ്ടിൽ തമ്മിൽ തന്നെ കൺട്രോൾ വ്യത്യാസം വന്നു. കാരണം വാല്യൂ ഡേറ്റ് ഒന്നിന് വേണ്ട, ഒന്നിന് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഇത് കൺട്രോൾ ചെയ്യുന്നത് നമുക്ക് ആദ്യം ഈ ഒരു കമ്പനി കോഡ് തന്നെ വെച്ച് എക്സാമ്പിളായിട്ട് എടുത്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ കമ്പനി കോഡ് ഇപ്പം FB50 എന്ന് പറയുന്നത് TA90 എന്ന് പറഞ്ഞ കമ്പനി ഏതാണ് ഫീൽഡ് സ്റ്റാറ്റസ് വേരിയൻ്റ് ഉപയോഗിച്ചത് ജസ്റ്റ് നോക്കാം. TA90 എടുത്താൽ നമുക്ക് ഫീൽഡ് സ്റ്റാറ്റസ് വേരിയൻ്റ് കാണാൻ പറ്റും.
അവിടെ ഉപയോഗിക്കുന്ന ഫീൽഡ് സ്റ്റാറ്റസ് വേരിയൻ്റ് അവർ TA90 എന്ന കോഡ് തന്നെ ഉപയോഗിച്ചേക്കുന്നത്. ഈ TA90 എന്ന ഫീൽഡ് സ്റ്റാറ്റസ് വേരിയൻ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫീൽഡ് സ്റ്റാറ്റസ് വേരിയൻറ്റും ഒരു കോൺഫിഗറേഷനാണ്. അപ്പോൾ SIMG തന്നെ പോകണം. അവിടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ തന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഗ്ലോബൽ സെറ്റിംഗ്സ്, ലെഡ്ജേഴ്സ്, ഫീൽഡ്, ഡിഫൈൻ ഫീൽഡ് സ്റ്റാറ്റസ് വേരിയൻറ്റ്. ഫീൽഡ് സ്റ്റാറ്റസ് വേരിയൻറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇച്ചിരി ഒന്ന് ലാഗ് ചെയ്യും, കാരണം അതിനകത്ത് ഒരുപാട് കോൺഫിഗറേഷൻ അതിന് ഉള്ളിലുള്ളത് കൊണ്ടാണ്. ഇവിടെ ഞാൻ TA90 എടുത്ത് നോക്കിയിട്ടുണ്ട്. ഇത് ഓൾറെഡി അസൈൻ ചെയ്തൊരു ഫീൽഡാണ്. സെലക്ട് ചെയ്തു. ഇവിടെ ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പ്. ഇവിടെ കുറേ വാല്യൂസ് കാണാം. ഇവിടെ ജനറൽ എന്ന് പറയുന്ന ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പ് കാണാം. നിങ്ങൾക്ക് ഫീൽഡ് സ്റ്റാറ്റസ് വേരിയൻറ്റിൻ്റെ ഉള്ളിലുള്ളത് ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പുകളാണ്. അപ്പോൾ ഇവിടെ കണ്ടോ, G001 എന്നൊരു ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പ്, G002 എന്ന് പറയുന്നത്, ഇങ്ങനെ കുറേ തരം ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പും ഉണ്ട്. അപ്പോൾ ഓരോന്നും ഓരോ തരം കൺട്രോളാണ് പറയുന്നത്. അതായത് G001 എന്ന് പറയുന്നത് ഇതായിട്ട് എക്സ്പ്ലനേഷൻ തന്നിട്ടത് ജനറലാണ്, സാധാരണ ഒരു ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പാണ്. അവിടെ ടെക്സ്റ്റും അസൈൻമെൻറ്റും റെക്കോർഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഈ ടെക്സ്റ്റ് കോളം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എടുത്ത ഇതിനകത്ത് ഇതാണ് ടെക്സ്റ്റ് കോളം, ഇത് റെക്കോർഡാണ്, ഇതാണ് അസൈൻമെൻറ്റ് കോളം. ഈ രണ്ട് കാര്യങ്ങൾ റെക്കോർഡ് ആയിരിക്കണം എന്നാണ് അവിടെ പറയുന്നത്, ഈ രണ്ട് ഫീൽഡുകൾ. ഇനി അതുപോലെ തന്നെ ഇന്റേണൽ ഓർഡർ എന്ന് പറയുന്നതുണ്ട്, കോസ്റ്റ് അക്കൗണ്ട് ഉണ്ട്, ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. ബാങ്ക് അക്കൗണ്ടിൽ ഇവിടെ പറയുന്നത് G005 ബാങ്ക് അക്കൗണ്ടാണ്. അതിന് ഒബ്ലിഗേറ്ററി വാല്യൂഡേറ്റ് ഒബ്ലിഗേറ്ററി ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫീൽഡ് സ്റ്റാറ്റസ് വേരിയൻറ്റുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ G005 ഒന്ന് എടുത്ത് നോക്കാം, അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്നുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് ഓപ്പൺ ചെയ്ത് അതിൻ്റെ അത് കാണാൻ പറ്റും. ഞാൻ ജനറൽ ഡാറ്റ എടുത്ത് കഴിഞ്ഞാൽ ഇത് കണ്ടു, ഇതിനകത്ത് സപ്രസ്ഡ്, റിക്വേർഡ്, ഓപ്ഷൻ, ഇങ്ങനെ ഓരോ ഫീൽഡുകളും, അസൈൻമെൻറ്റ് നമ്പർ, നോർമലി എല്ലാം ഓപ്ഷനിലായിരിക്കും മാക്സിമം. ഇനി ഇവിടെ നമ്മൾ നോക്കിയാൽ ടെക്സ്റ്റൊക്കെ ഓപ്ഷണൽ എൻട്രി ആണ്, അസൈൻമെൻറ്റ് നമ്പർ ഓപ്ഷനിലാണ്. നെക്സ്റ്റ് കൺട്രോൾ എടുത്തു കഴിഞ്ഞാൽ അഡീഷണൽ അക്കൗണ്ട് അസൈൻമെൻറ്റ് ഒന്ന് നോക്കാം. അഡീഷണൽ അക്കൗണ്ട് അസൈൻമെൻറ്റിലും മാക്സിമം കാര്യങ്ങൾ ഓപ്ഷനിലോ സപ്രസ്ഡോ ആയിരിക്കും ഉണ്ടാവും. ബാങ്ക് ഡേറ്റ് വരുന്നത് പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻസ് ആയിരിക്കും. ബാങ്ക് ഡേറ്റ് കണ്ട, ബാങ്ക് ഡേറ്റിനകത്ത് വാല്യൂ ഡേറ്റ് ഇവിടെ റെക്കോർഡ് എൻട്രി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫീൽഡ് സ്റ്റാറ്റസ് വേരിയൻറ്റിനുള്ളിൽ കൺട്രോൾ ചെയ്യുന്നത്. ഓരോ ഫീൽഡിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. ആ ഫീൽഡ് നമുക്ക് സപ്രസ് ചെയ്യണോ, റെക്കോർഡ് ആക്കണോ, ഓപ്ഷനിലാക്കണോ, നമുക്ക് എന്ത് ചെയ്യാം, കോൺഫിഗറേഷൻ ചെയ്യാൻ പറ്റും. അത് കമ്പനിയുടെ റിക്വയർമെൻ്റ് ആണ്. ഇതൊരിക്കലും നമുക്ക് നമ്മുടെ കോൺഫിഗർ ചെയ്യുന്ന ആളുടെ ഓൺ ഇതിലല്ല, അയാളുടെ ഡിസിഷൻ അല്ല ഇത് ചെയ്യുന്നത്. കമ്പനി റിക്വയർഡ് ആണ്. കമ്പനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണം വേണ്ട എന്നുള്ളത് വെച്ചിട്ടാണ് ഇത് നമ്മൾ കോൺഫിഗർ ചെയ്യുന്നത്. നോർമലി അവിടേക്ക് അവർക്ക് എന്തൊക്കെ ഇൻഫർമേഷൻ അവർക്ക് ടേബിളിലേക്ക് ക്യാപ്ചർ ചെയ്യണം, ആ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ആയിരിക്കും. അക്കൗണ്ടും കൂടെ ഡിപ്പെൻഡ് ചെയ്യും. ഓരോ അക്കൗണ്ടിനും എല്ലാ കാര്യങ്ങളും വേണ്ട. അപ്പോൾ അക്കൗണ്ടും കൂടെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങൾ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മളിത് ഈ ഫീൽഡ് സ്റ്റാറ്റസ് വേരിയൻറ്റ് ഇത് ഇവിടെ ഉണ്ടെങ്കിലും ഇത് നമ്മൾ അസൈൻ ചെയ്യുന്നത് എവിടെയാണെന്ന് നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഫീൽഡ് സ്റ്റാറ്റസ് വേരിയൻറ്റ് പറഞ്ഞു. ഫീൽഡ് സ്റ്റാറ്റസ് വേരിയൻറ്റ് ഉള്ളത് ഇത് ഓൾറെഡി നമുക്കിതിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിനുള്ളിൽ ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പുകൾ ഉണ്ടാവും. ഈ ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പിനുള്ളിൽ ഇൻഡിവിജ്വൽ ഫീൽഡുകളുടെ ഡീറ്റെയിൽസ് 3 കൺട്രോൾ നോർമലി കൊടുത്തിട്ടുണ്ടാവും. സപ്രസ് ചെയ്തിട്ടുണ്ടാവും, റെക്കോർഡ് കൊടുത്തിട്ടുണ്ടാവും, ഓപ്ഷൻ ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞു 4മതൊരു കൺട്രോളും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. ഡിസ്പ്ലേ ഓൺലി കൂടെ ഉണ്ട്. ഡിസ്പ്ലേ ഓൺലി കൂടെ ഉണ്ടെങ്കിലും അത് നോർമലി ഇവിടെ കാണിക്കില്ല, അത് വേറെ സ്ഥലത്തുണ്ട്. അത് ഇപ്പം ഞാൻ കാണിക്കുന്നത് പിന്നീട് ഒരു തവണ പറഞ്ഞുതരാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു സ്ഥലത്ത് നല്ല ഇത് ഫീൽഡ് കൺട്രോൾ ചെയ്യുന്ന 3 സ്ഥലത്തുനിന്ന് ഫീൽഡ് കൺട്രോൾ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർത്തിരിക്കുക. അത് ഞാൻ പിന്നീട് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് പിന്നീട് നമ്മൾ ചെയ്യുന്നുണ്ട് ആ ഓപ്ഷൻ. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ 3 ഓപ്ഷൻ ഉണ്ട്. പക്ഷേ നോർമലി 4 കൺട്രോളുണ്ട്. സപ്രസ് ഉണ്ട്, റിക്വയർഡ് ഉണ്ട്, ഓപ്ഷനിലുണ്ട്, ഡിസ്പ്ലേ ഓൺലി കൂടെ ഉണ്ട് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ. അപ്പോൾ ഇനി ഇത് ഫീൽഡ് സ്റ്റാറ്റസ് വേരിയൻറ്റിനുള്ളിൽ ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പുകളുണ്ട്. ഈ ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പിൻ്റെ വൈസിലാണ് നമ്മളിത് ഏതൊക്കെ വേണം വേണ്ട എന്ന് പറയുന്നത്. എല്ലാ ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പിനും ഒരേ ലെവൽ ഓഫ് കൺട്രോൾ അല്ല ഉണ്ടാകുക, ഡിഫറെൻറ്റ് ലെവൽ ഓഫ് കൺട്രോളാണ് ഉണ്ടാകുക. ഇനി ഈ ഫീൽഡ് സ്റ്റാറ്റസ് വേരിയൻറ്റ് നമ്മൾ ചെയ്യുന്നത് ഇതേ കമ്പനി തന്നെയാണ്. TA90 എന്ന കമ്പനിക്കകത്ത് 2 അക്കൗണ്ടാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇതൊക്കെ നമ്മൾ പിന്നീട് വരുന്ന ടോപ്പിക് ജസ്റ്റ് അത് എടുത്ത് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ.
ഇപ്പോൾ ഞാനിവിടെ നമ്മളിപ്പോൾ കണ്ടത് FB151001 ഈ അക്കൗണ്ടായിരുന്നു. ഈ അക്കൗണ്ട് ഞാൻ എടുക്കുന്നുണ്ട്. അതിനകത്ത് അസൈൻ ചെയ്തേക്കുന്നുണ്ട് G005 ആണ് അവിടെ അസൈൻ ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പം ഫീൽഡ് സ്റ്റാറ്റസ് വേരിയന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ കമ്പനി കോഡിന് നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തെങ്കിലും അത് എഫക്റ്റ് ചെയ്യുന്നത് നമ്മൾ GL അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അക്കൗണ്ടിൻ്റെ കൺട്രോളിനുള്ളിൽ നമ്മളിത് അസൈൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ ആ സമയത്താണ് സിസ്റ്റം എന്ത് ചെയ്യുന്നത്, അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫീൽഡ് സ്റ്റാറ്റസ് വേരിയന്റ് എന്ന് പറയുന്നൊരു സിംഗിൾ സ്റ്റെപ്പ് കോൺഫിഗറേഷൻ അല്ല, അത് ഒരുപാട് ഇൻഡെപ്ത് ആയിട്ട് പോകുന്നൊരു കോൺഫിഗറേഷനാണ്. ജസ്റ്റ് നിങ്ങൾ ഫീൽഡ് സ്റ്റാറ്റസ് വേരിയന്റ് നിങ്ങളുടെ കമ്പനി കോഡിൽ ഉള്ളത് കൊണ്ട് മാത്രം സിസ്റ്റം എന്ത് ചെയ്യില്ല, അത് എടുക്കില്ല. മറ്റൊരു കാര്യം നമുക്ക് മറ്റൊരു സൈഡിൽ കൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് GL അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ GL അക്കൗണ്ടിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഫീൽഡ് സ്റ്റാറ്റസ് വേരിയന്റ് അസൈൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നിർബന്ധമായി ഇത് വേണം. അപ്പോൾ ഇതിൻ്റെ നിങ്ങൾക്ക് ഒരു ഇൻഡെപ്ത് ആയിട്ട് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ ട്രാൻസാക്ഷനിലേക്ക് പോകുമ്പോഴേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത്രയും ഓർത്തിരിക്കുക. ഫീൽഡ് സ്റ്റാറ്റസ് വേരിയന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു, നമ്മൾ കമ്പനി കോഡിന് അസൈൻ ചെയ്യുന്നു. പിന്നീട് GL അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പുകൾ നമ്മൾ GL അക്കൗണ്ടിന് അസൈൻ ചെയ്തതിനനുസരിച്ചാണ് ഇത് മാറ്റം വരുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഫെഡറൽ ബാങ്ക് കറണ്ട് അക്കൗണ്ട് INR എന്ന അക്കൗണ്ടിന് കൊടുത്ത ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പ് G005 എക്സ്പ്ലനേഷൻ ബാങ്ക് അക്കൗണ്ട് ഒബ്ലിഗേറ്ററി വാല്യൂ ഡേറ്റ് ആണ്. ഇനി അതർ എക്സ്പെൻസസ് ഒന്ന് എടുത്ത് നോക്കാം. അതർ എക്സ്പെൻസസിൽ അതർ എക്സ്പെൻസസ് ആണ് ഇത് ഹെഡ്, G001 ആണ്. അപ്പോൾ അതാണ് ഒരു അക്കൗണ്ടിന് ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പ് ചോദിച്ചതും മറ്റേ അക്കൗണ്ടിന് ഫീൽഡ് സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഈ വാല്യൂ ഡേറ്റ് ചോദിച്ചതിൻ്റെ കാരണം മറ്റൊരു അക്കൗണ്ടിന് വാല്യൂ ഡേറ്റ് ചോദിക്കാത്തതിൻ്റെ കാരണം ഇത് ഇൻഡിവിജ്വൽ അക്കൗണ്ടുകൾക്കാണ് അസൈൻ ചെയ്യുന്നത്. അതിനുശേഷം ആ അക്കൗണ്ട് അസൈൻ ചെയ്യുന്ന ലൈൻ ഐറ്റത്തിലാണ് അതിൻ്റെ വ്യത്യാസം വരിക. അത്രയും ഡെപ്താണ് അതിൻ്റെ കോൺഫിഗറേഷൻ പാർട്ടെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ അതിൻ്റെ കോൺസെപ്റ്റ് മാത്രം ഒന്ന് ഓർത്തിരിക്കുക. അതായത് ഫീൽഡ് സ്റ്റാറ്റസ് വേരിയന്റ് എന്ന് പറയുന്നത് ഫീൽഡുകളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കോൺഫിഗറേഷൻ ആണെന്ന് ഓർത്തിരിക്കുക. അത് ഫീൽഡുകളെ കൺട്രോൾ ചെയ്യുമ്പോഴും അത് അസൈൻ ചെയ്യുന്ന GL അക്കൗണ്ടിനകത്ത് അസൈൻ ചെയ്യുന്ന ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പിനനുസരിച്ചാണ് അത് അസൈൻ ആകുക എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പം GL അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നീട് അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡ് നിങ്ങൾ ഈ ട്രാൻസാക്ഷനിലേക്ക് വരുന്ന സമയത്തെ നിങ്ങൾക്കത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് പ്രാക്ടിക്കലി കാണുകയുള്ളൂ. കാരണം ഇപ്പോൾ നമ്മൾ അസൈൻ ചെയ്തു എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് എവിടെയും എഫക്റ്റ് ചെയ്യുന്ന കാണാൻ പറ്റില്ല. ഇതിങ്ങനെ ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്ത് നമുക്കതിൻ്റെ വ്യത്യാസം കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ചെയ്യാനുള്ളത് നമുക്ക് ഫീൽഡ് സ്റ്റാറ്റസ് വേരിയന്റ് നമ്മുടെ കമ്പനി കോഡിന് വേണം. അപ്പോൾ നമ്മുടെ കമ്പനി കോഡിലേക്ക് അത് നമുക്കത് അസൈൻ ചെയ്ത് കൊടുക്കണം. അതിന് പാത്ത് ഇത് തന്നെയാണ്. T കോഡ് OBC4 ആണ്. T കോഡ് OBC4 ആണ് T കോഡ്. അത് നമ്മൾ ഈ ഫീൽഡ് സ്റ്റാറ്റസ് വേരിയന്റ് നമ്മൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നില്ല, നമ്മൾ കോപ്പി ചെയ്തെടുക്കുക ചെയ്യുന്നത്. നമ്മൾ ഫിസിക്കൽ വേരിയന്റ് നമ്മൾ ഓൾറെഡി ഉള്ളത് അസൈൻ ചെയ്തു. പോസ്റ്റ് പീരീഡ് വേരിയന്റ് നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തു, കോൺഫിഗർ ചെയ്തെടുത്തു. ഇത് നമ്മൾ കോപ്പി എടുക്കുകയോ ചെയ്യുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഫീൽഡ് സ്റ്റാറ്റസ് വേരിയന്റിനുള്ളിൽ ഒരുപാട് ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പുകളുണ്ട്. ഇതൊക്കെ പ്രീ ഡിഫൈൻഡ്, ഏകദേശം ഒരു 50-50 47 46 സെറ്റ് ഓഫ് ഗ്രൂപ്പ്സ് ഉണ്ട്. ഇത്രയും ഗ്രൂപ്പുകൾ മാനുവലി ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത് നമുക്ക് നോർമലി പ്രാക്ടിക്കലി പോസിബിൾ അല്ല. SAP സാമ്പിൾ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ കോപ്പി എടുത്തിട്ട് നമ്മുടെ കമ്പനി കോഡിന് വേണ്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്താൽ മതി. അപ്പോൾ അതിന് സ്റ്റാൻഡേർഡ് വാല്യൂ ഉണ്ട്. ആ സ്റ്റാൻഡേർഡ് വാല്യൂ നമ്മൾ ആസിറ്റീസ് ഉപയോഗിക്കുന്നില്ല, അത് നമ്മൾ കോപ്പി എടുക്കുന്നു. അതിനുശേഷം നമ്മുടെ കമ്പനി കോഡ് നമ്മൾ അസൈൻ ചെയ്യുന്നു. T കോഡ് OBC4 ആണ്. അല്ലെങ്കിൽ പാത്ത് പറയുകയാണെങ്കിൽ SPRO SAP റെഫറൻസ് IMG ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഗ്ലോബൽ സെറ്റിംഗ്സ് ലെഡ്ജേഴ്സ് ഫീൽഡ്, അവിടെ ഡിഫൈൻ ഫീൽഡ് സ്റ്റാറ്റസ് വേരിയന്റ്. ഇതാണ് T കോഡ്. ഞാൻ ഡിഫൈൻ ഫീൽഡ് സ്റ്റാറ്റസ് വേരിയന്റ് എടുത്തു. അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഒന്ന് സ്ലോ ആയിട്ടേ വരുള്ളൂ, കാരണം അതിനകത്ത് ഒരുപാട് കോൺഫിഗറേഷൻ ഉള്ളത് കൊണ്ടാണ്. അതിനുശേഷം നമുക്ക് ഏതെങ്കിലും ഒരു കമ്പനി സാമ്പിൾ വാല്യൂ ആയിട്ട് എടുക്കാം. അപ്പോൾ സാമ്പിൾ വാല്യൂ ആയിട്ട് നമ്മൾ നോർമലി എടുക്കുന്നത് ഈ 0001 എന്ന കമ്പനിയാണ്. ഇതൊരു പ്രീ ഡിഫൈൻഡ് കമ്പനി ആയിരിക്കും. 0001 എന്ന് പറയുന്നത് SAP ഇംപ്ലിമെൻറ്റേഷൻ കഴിഞ്ഞ സമയത്ത് തന്നെ ഒരു കമ്പനിയാണ്. അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ആരോ ചേഞ്ച് ചെയ്ത് കൊടുത്തതാണ്. നോർമലി അത് ഒരു ഫോറിൻ കമ്പനിയുടെ വാല്യൂ ആയിട്ട് അത് കാണിക്കുക. അപ്പം ഈ 0001 എടുത്താൽ മതി, കാരണം അത് എപ്പോഴും ഓൾവേസ് അതിനകത്ത് വാല്യൂ ഉണ്ടാവും. നമുക്ക് വാല്യൂ ഉണ്ടോ എന്ന് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഇവിടെ എടുത്താൽ നമുക്ക് അതിനുള്ളിൽ വാല്യൂ ഉണ്ടോ എന്ന് കാണാൻ പറ്റും. നോർമലി അതിനകത്ത് കസ്റ്റമൈസേഷൻ ഇതാരൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്, 1-2 കസ്റ്റമൈസേഷൻ, പക്ഷേ അത് കുഴപ്പമില്ല, നമുക്കത് ആസിറ്റീസ് എടുക്കാം. അപ്പം ഈ ശ്രദ്ധിക്കുക, നമ്മൾ ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പ് എടുത്തിട്ട് ഡിഫൈൻ ഫീൽഡ് സ്റ്റാറ്റസ് വേരിയൻ്റ് എടുത്തു.
ഓപ്പൺ ആയതിനു ശേഷം 0001 എന്ന ഐറ്റം, ആ ലൈൻ ഐറ്റം സെലക്ട് ചെയ്യുക. അതിനുശേഷം മുകളിൽ കോപ്പി ആസ് എന്ന ഓപ്ഷൻ ഉണ്ട്. കോപ്പി ആസ് കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ എനിക്ക് TT01 ആയതിന് ഞാൻ TT01 എന്ന് അതിൻ്റെ ഫീൽഡ് സ്റ്റാറ്റസ് വേരിയൻറ്റിൻ്റെ പേര് മാറ്റി കൊടുക്കുക. ഇവിടെയും ഫീൽഡ് സ്റ്റാറ്റസ് വേരിയൻറ്റ് ഫോർ TT01 എന്ന് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനി കൂടെ ടാറ്റ മോട്ടോഴ്സ് എന്ന് കൊടുക്കുക. അത്രയൊക്കെ സ്പേസ് കുറവാണ്. അപ്പോൾ നമുക്ക് TT01 കാരണം അവിടെ ക്യാരക്ടർ സ്പേസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് TT01 അല്ലെങ്കിൽ കമ്പനി കോഡ് തന്നെ കൊടുത്താൽ മതി, ടെക്സ്റ്റ് കൊടുക്കണമെന്നില്ല. ഇത്രയും കൊടുത്ത് ഒന്ന് എൻ്റർ കീ കൊടുക്കണം. എൻ്റർ കീ കൊടുക്കുമ്പോൾ അത് ഓൾറെഡി ഉണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ TT00 കൊടുത്താൽ മതി. ഓക്കെ, ഓൾറെഡി ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. TT00 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സിസ്റ്റം പറയുന്നത് ഈ വാല്യൂ എല്ലാ വാല്യൂയും കോപ്പി ചെയ്യണം. അപ്പോൾ കോപ്പി ഓൾ എന്ന ഓപ്ഷൻ, ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കുക. കൊടുക്കുമ്പോൾ 46 ഡിപ്പെൻഡൻ്റ് വാല്യൂ കോപ്പി ആയതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടിന്യൂ കൊടുത്താൽ മതി. എന്നിട്ട് സേവ് ചെയ്യും. സേവ് ചെയ്യുമ്പോൾ മാത്രമേ വാല്യൂ സേവ് ആവുകയുള്ളൂ, അല്ലെങ്കിൽ കോപ്പി ആവുക മാത്രമേ ഉള്ളൂ. അപ്പോൾ വാല്യൂ സേവ് ചെയ്യുക. ഇനി നിങ്ങളൊന്ന് ഫീൽഡ് സ്റ്റാറ്റസ് വേരിയൻ്റ് എടുത്ത് നോക്കി. അപ്പോൾ അതിനുള്ളിൽ ആ വാല്യൂ കാണും. TT000 ഈ വാല്യൂ നമുക്കെല്ലാം കാണാൻ പറ്റും. ഇനി നിങ്ങൾക്കിവിടെ കസ്റ്റമൈസേഷൻ വേണമെന്നുണ്ട്. ഞാൻ പറഞ്ഞു ഓൾറെഡി ഫീൽഡ് സ്റ്റാറ്റസ് വേരിയൻറ്റിനുള്ളിലാണ് ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പുകളുള്ളത്. ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ആ ലൈൻ ഐറ്റം സെലക്ട് ചെയ്തിട്ട് മുകളിൽ ഫീൽഡ് സ്റ്റാറ്റസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്താലും മതി. സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്താലും ഇത് ഓപ്പൺ ആയി വരും. അവിടെ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ഗ്രൂപ്പുകൾ കാണാൻ പറ്റും. ഒന്ന് ജനറൽ ഡാറ്റ. ജനറൽ ഡാറ്റയ്ക്കകത്ത് ഈ അസൈൻമെൻറ്റ് നമ്പർ, ടെക്സ്റ്റ്, റെഫറൻസ് നമ്പർ, ഹെഡിങ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടാകും. അപ്പം ഇത് ഈ ലൈൻ ഐറ്റത്തിൽ കാണുന്ന അതേ ഇൻഫർമേഷൻ തന്നെയാണ് ഈ പറഞ്ഞത്. ലൈൻ ഐറ്റത്തിൻ്റെ പല ഏരിയയിലായിട്ടുള്ള ഇൻഫർമേഷനാണ് ഈ കാണുന്നത്. അപ്പോൾ അവിടെ ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യണമെന്ന് അവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ കൊടുക്കുന്ന കൺട്രോൾ അനുസരിച്ചാണ് നിങ്ങൾ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ ലൈൻ ഐറ്റം ബിഹേവ് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾ റെക്കോർഡ് ആണെന്ന് പറഞ്ഞാൽ ആ ലൈൻ ഐറ്റം അവിടെ റെക്കോർഡ് ആയിരിക്കും. ഇവിടെ നിങ്ങൾ സപ്രസ് ആണെന്ന് പറഞ്ഞാൽ ആ കോളം ആ ഒരു ലൈൻ ഐറ്റം അല്ലെങ്കിൽ ആ ഒരു ഏരിയ ഹൈഡ് ചെയ്യും, ഹിഡനാക്കി മാറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് കൺട്രോൾ കൊടുക്കുന്നു അതനുസരിച്ചാണ് നിങ്ങൾക്ക് ആ ഫീൽഡുകളിൽ മാറ്റം വരും. റെക്കോർഡ് എന്ന് പറഞ്ഞാൽ റെക്കോർഡാവും, ഓപ്ഷൻ ആണെന്ന് പറഞ്ഞാൽ ഓപ്ഷനായിട്ട് മാറും. അങ്ങനെ ഡിഫറെൻറ്റ് ഫീൽഡുണ്ട്. ഇവിടെ നെക്സ്റ്റ് ഫീൽഡ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അടുത്ത അഡീഷണൽ അക്കൗണ്ട് അസൈൻമെൻറ്റിനകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ട്. അതിൽ തന്നെ എനിക്ക് 4 പേജ് ഇവിടെയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് കൊടുത്തു പോയാൽ അതിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി മെറ്റീരിയൽ മാനേജ്മെൻറ്റിലെ കുറച്ച് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. അസറ്റ് അക്കൗണ്ടിങ് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ റെക്കോർഡാക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ഓപ്ഷനിലാക്കണം. ഇത് നമ്മൾ ഇനീഷ്യലി നമ്മളങ്ങ് കോൺഫിഗർ ചെയ്യുന്നില്ല. നമ്മൾ ജസ്റ്റ് കോപ്പി എടുത്തിട്ട് പിന്നീട് അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത്, GL അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അക്കൗണ്ടിനനുസരിച്ച് നമ്മൾ മാറ്റം വരുത്തുകയോ ചെയ്യാം. ആദ്യമേ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യം ഫീൽഡ് സ്റ്റാറ്റസ് വേരിയൻറ്റ് നമ്മുടെ കമ്പനി കോഡിലേക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അസൈൻ ചെയ്ത് കൊടുക്കും. അതിനുശേഷം പിന്നീട് നമ്മൾ ഡേ ടു ഡേ യൂസേജിലേക്ക് വരുന്ന സമയത്താണ് നമുക്ക് ഏതൊക്കെ ഫീൽഡുകൾ വേണം, ഏതൊക്കെ ഫീൽഡുകൾ വേണ്ട എന്ന് നമുക്ക് അറിയാം. അപ്പോൾ ആ സമയത്താണ് നമ്മളതിനെ റെക്കോർഡ് ഓപ്ഷനോ അതിൻ്റെ കൺട്രോൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഈ കൺട്രോൾ ചെയ്യുന്ന ഈ രീതിക്ക് റേഡിയോ ബട്ടൺ എന്നാണ് പറയുക. ഈ റൗണ്ട് ബട്ടണ് വിൻഡോസ് വിളിക്കുന്ന പേരാണ് റേഡിയോ ബട്ടൺ. റേഡിയോ ബട്ടൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സപ്രസും റെക്കോർഡും ഒരുമിച്ച് ചെക്ക് ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു ഓപ്ഷൻ, റെക്കോർഡ് മീൻസ് റെക്കോർഡ് മാത്രം, അല്ലെങ്കിൽ ഓപ്ഷൻ മാത്രം, ഏതെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റും. അപ്പോൾ റേഡിയോ ബട്ടൺ നിങ്ങൾ ചെക്ക് ചെയ്യുന്നതനുസരിച്ച് ആ ഒരു കൺട്രോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനി കോഡിനകത്ത് വരും. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്ത സ്റ്റെപ്പ് ഇതാണ്. നമ്മൾ ഫീൽഡ് സ്റ്റാറ്റസ് വേരിയൻറ്റ് നമ്മുടെ കമ്പനി കോഡിലേക്ക് കോപ്പി എടുത്തിട്ട് ഈ ഒന്നും കൂടെ പറയാം. നമ്മൾ ഫീൽഡ് സ്റ്റാറ്റസ് വേരിയൻറ്റിലേക്ക് വന്നതിന് ശേഷം ഡിഫൈൻ ഫീൽഡ് സ്റ്റാറ്റസ് വേരിയൻ്റ് എടുത്തു. $001 സെലക്ട് ചെയ്തു. അതിനുശേഷം മുകളിൽ കാണുന്ന കോപ്പി ആസ് എന്ന ഓപ്ഷൻ കൊടുത്തതിന് ശേഷം നിങ്ങളുടെ എന്ത് വേരിയൻറ്റിൻ്റെ പേരാണ് വേണ്ടത്. ഞാൻ നേരത്തെ TT00 കൊടുത്തു, ഇപ്പോൾ TT02 എന്ന് കൊടുത്ത് നോക്കുന്നുണ്ട്. TT02 ആക്സെപ്റ്റബിൾ ആണ്. കോപ്പി ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. 46 വാല്യൂ കോപ്പിയായി എന്ന് പറഞ്ഞിട്ടുണ്ടാകും. കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം ഇവിടെ സേവ് ചെയ്യും. ടെക്സ്റ്റ് റീനെയിം ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക്. അതിനുശേഷം വന്നിട്ട് ടെക്സ്റ്റ് നിങ്ങൾക്ക് റീനെയിം ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇതിനെ മാറ്റിയിട്ട് നിങ്ങൾക്ക് TT02ക്കാണെങ്കിൽ TT02 എന്ന് കൊടുക്കാം. ഫീൽഡ് സ്റ്റാറ്റസ് ഫോർ TT02 കൊടുത്ത ടെക്സ്റ്റ് ഒന്നുകൂടെ സേവ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇതിന് നമ്മുടെ കമ്പനി കോഡിലേക്ക് നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് തൊട്ടടുത്ത ഓപ്ഷൻ ഉണ്ട്, അസൈൻ ടു കമ്പനി കോഡ് എന്ന ഓപ്ഷൻ. T കോഡ് ഇത് ഞാനിപ്പോൾ പറയുന്നത് OBC4 ആണ്. അസൈൻ ടു കമ്പനി കോഡ് OBC5 ആണ്. നെക്സ്റ്റ് ഇതായിട്ടാണ് കാണിക്കുക, തൊട്ടടുത്ത് തന്നെയുണ്ട് OBC5. അസൈൻ കമ്പനി കോഡ് ടു എ ഫീൽഡ് സ്റ്റാറ്റസ് വേരിയൻറ്റ്.
അസൈൻ ചെയ്തിട്ടുണ്ട്, സെലക്ട് ചെയ്തു. പൊസിഷനിൽ കമ്പനി കോഡ് സെലക്ട് ചെയ്യുക, TT01 എടുത്തു. ടാറ്റ മോട്ടോഴ്സും ടാറ്റ സ്റ്റീൽസും ഉണ്ട്. ഇവിടെ ഫീൽഡ് സ്റ്റാറ്റസ് ചോദിക്കുന്നുണ്ട്. അവിടെ ഫീൽഡ് സ്റ്റാറ്റസ് TT00 ഓൾറെഡി ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. TT01 എനിക്ക് കിട്ടിയില്ല, ഞാൻ അവിടെ TT00 ക്രിയേറ്റ് ചെയ്തു. അതുപോലെ തന്നെ TT02 ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഈ രണ്ടിനും വേണമെങ്കിൽ എനിക്ക് സെയിം ഫീൽഡ് സ്റ്റാറ്റസ് വേരിയൻ്റ് അസൈൻ ചെയ്ത് കൊടുക്കാം, സെയിം മെത്തേഡ് ആണെങ്കിൽ. പക്ഷേ നോർമലി ഇപ്പോൾ അസറ്റിൻ്റെ ഒക്കെ കേസിൽ ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് രണ്ടിനും രണ്ടായിട്ട് തന്നെ കൊടുക്കുന്നത് നല്ലത്. അപ്പോൾ ഒരു കേസിൽ ഞാൻ TT000 ഒന്നിന് TT02 കൊടുത്തിട്ടുണ്ട്. എൻ്റർ കീ കൊടുത്തു, സിസ്റ്റം അത് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, സേവ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഫീൽഡ് സ്റ്റാറ്റസ് വേരിയൻ്റുകൾ ഞാനിവിടെ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആ OBY6 ഒന്ന് എടുത്ത് നോക്കാം. നമ്മുടെ കമ്പനി കോഡിന് ഫീൽഡ് സ്റ്റാറ്റസ് വേരിയൻ്റ് അസൈൻഡ് ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ലോക്ക്ഡ് ആണെങ്കിൽ പ്രശ്നമില്ല, അത് ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ പൊസിഷനിൽ TT01 ഇല്ല, ഞാൻ ഇത് വെച്ച് മൊബൈൽ കമ്പനി കോഡ് സെലക്ട് ചെയ്ത് ഫീൽഡ് സ്റ്റാറ്റസ് വേരിയൻ്റ് അസൈൻ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇപ്പം നമുക്ക് കമ്പനി അസൈൻ ആയിട്ടുണ്ട്, ഫിസിക്കൽ വേരിയൻ്റ് അസൈൻ ആയിട്ടുണ്ട്, ഫീൽഡ് സ്റ്റാറ്റസ് വേരിയൻ്റ് അസൈൻ ആയിട്ടുണ്ട്. ഇപ്പോൾ TT01 എന്ന കമ്പനിക്ക് TT00 എന്ന വേരിയൻ്റ് ഞാൻ അസൈൻ ചെയ്ത് കൊടുത്തു. കാരണം എനിക്ക് സെയിം കിട്ടാത്തതുകൊണ്ട് ഞാൻ വേറെ ഒന്ന് കൊടുത്തു. അപ്പോൾ ഒരിക്കലും നമ്മൾ ഈ കൊടുക്കുന്ന ഒന്നും കമ്പനി കോഡ് അല്ല കൊടുക്കുന്നത്, കമ്പനി കോഡിന് ഇക്വലൻ്റ് ആയിട്ടുള്ള കോഡ് കൊടുക്കുന്നു എന്ന് മാത്രമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇങ്ങനെ ടെസ്റ്റ് സെർവറിൽ നമ്മൾ സിമിലർ ആയിട്ടുള്ള കോഡ് കൊടുത്തില്ലെങ്കിൽ നമുക്ക് പിന്നീട് അത് മറന്നു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നോട്ട് ചെയ്ത് വെച്ചില്ലെങ്കിൽ നിങ്ങളത് മറന്നു പോകും. അപ്പോൾ അതുകൊണ്ടാണ് സിമിലർ കോഡ് കൊടുക്കുന്നത്, നമുക്ക് എളുപ്പമാണ്. ഇത് പിന്നീട് എന്തെങ്കിലും കറക്ഷൻ, ഇപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഈ ഫീൽഡ് സ്റ്റാറ്റസ് വേരിയൻ്റ് കറക്ഷൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ പോയി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് സിമിലർ കോഡ് കൊടുക്കുന്നതാണ് നല്ലത്. പക്ഷേ സിമിലർ കോഡ് കൊടുക്കണം എന്നൊരു നിർബന്ധമില്ല. ആ കോഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം, അങ്ങനെ ഇതൊന്നുമില്ല. പക്ഷേ ആ ഒരു കണക്ഷൻ ഉള്ളത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഞാനിതിൻ്റെ ഒരു ടോപ്പിക് കൂടെ എടുത്ത് പറയാം. അതായത് ഇപ്പോൾ ഇവിടെ നിങ്ങൾ ചില സമയത്ത് ഉപയോഗിക്കുമ്പോൾ ഡാറ്റ ഇങ്ങനെ ലോക്ക് ആയതായിട്ട് കാണാൻ പറ്റും. ഡാറ്റ ലോക്ക്ഡ് ബൈ യൂസർ 291 യൂസർ 008 ആണ് ലോക്ക് അയക്കുന്നത്. അപ്പോൾ അത് ആരാ യൂസർ എന്നറിയണമെങ്കിൽ, നമ്മൾ തന്നെയാണോ എന്നറിയണമെങ്കിൽ നമുക്കിവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ യൂസർ ഇവിടെ കാണാൻ പറ്റും, നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ തന്നെ ലോക്ക് ചെയ്തേക്കുന്നത്. ഓക്കെ, 291 യൂസർ 008 എന്നുള്ള ഓപ്ഷൻ. നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിൽ ഇവിടെ T കോഡ് വരുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ T കോഡോ ചിലപ്പോൾ അവിടെ ഇങ്ങനെ സിസ്റ്റം നെയിമോ ക്ലയൻറ്റ് നെയിമോ ഒക്കെ ആയിരിക്കും നോർമലി അവിടെ ചിലപ്പോൾ ഉണ്ടാകുക. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോർമലി സാധാരണ വെക്കുക അത് ട്രാൻസാക്ഷൻ ഇത് വെക്കുക. നമുക്ക് ഏത് ട്രാൻസാക്ഷനിലാണ് നമ്മൾ ഉള്ളതെന്ന് അറിയാൻ വേണ്ടി ട്രാൻസാക്ഷൻ നമ്മൾ നോർമലി അവിടെ വെക്കാം. ഇനി ഇവിടെ തന്നെ നിങ്ങളെ യൂസർ നെയിമും അറിയാൻ പറ്റും. അപ്പോൾ 291 എന്ന് പറയുന്നത് നമ്മളാണ്. എനിവേ ഈ ടാബ് ഇപ്പോൾ ലോക്ക്ഡാണ്. അപ്പോൾ എനിക്ക് ഇനിയിപ്പോൾ ട്രാൻസാക്ഷൻ ഇവിടെ എന്തെങ്കിലും കാര്യം എൻ്റർ ചെയ്യണമെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ലോക്ക് ആയിക്കഴിഞ്ഞാൽ നമുക്കതെങ്ങനെ അൺലോക്ക് ചെയ്യാം. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന T കോഡ് SM12. അൺലോക്ക് ടേബിൾ. ഈ കോൺഫിഗറേഷൻ പാത്തിലൊക്കെ ടേബിൾ എപ്പോഴും ലോക്ക്ഡ് ആയിരിക്കും. കാരണം കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ ഇത് 1 യൂസർ ആക്സസ് ഉള്ള ഏരിയ ആണ്. അപ്പം മറ്റൊരു യൂസർ ഉണ്ടെങ്കിൽ ആ ടേബിൾ സിസ്റ്റം ലോക്ക് ചെയ്യും. അപ്പോൾ ആ ടേബിളിലേക്ക് നിങ്ങൾക്ക് ആക്സസ് ബ്ലോക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഈ യൂസർ ലോക്ക്ഡ് ബൈ അല്ലെങ്കിൽ ആ ടാബ് യൂസർ ലോക്ക് ചെയ്തേക്കുന്നത് മെസ്സേജ് വരുന്നത്. ഇങ്ങനെയാണ് മെസ്സേജ് നോർമലി വരിക. ഡാറ്റ ലോക്ക്ഡ് ബൈ യൂസർ, ഏത് യൂസറാണെന്ന് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ മെസ്സേജ് കാണുമ്പോൾ ഈ യൂസറിൻ്റെ പേരിങ് കോപ്പി ചെയ്തെടുക്കുക, അല്ലെങ്കിൽ അറിയുവാണെങ്കിൽ ആ യൂസർ നെയിം എടുക്കുക. അപ്പോൾ ഞാനിവിടെ യൂസറിൻ്റെ പേര് കോപ്പി ചെയ്ത് നിങ്ങൾ ജസ്റ്റ് അതിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സെലക്ഷനിൽ വരും. അതിനുശേഷം Ctrl+C കൊടുക്കുക, കോപ്പി ചെയ്തെടുത്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ കണ്ടിന്യൂ കൊടുക്കുമ്പോൾ നിങ്ങൾ ഡിസ്പ്ലേ മോഡിലേക്ക് വന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ /O കൊടുത്തിട്ട് SM12 ആണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ SM12 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ടേബിൾ ലോക്ക് ടേബിൾ സ്ക്രീൻ ക്രൈറ്റീരിയ എന്നൊരു ഇതിൽ വരും. അപ്പോൾ ഇവിടെ ക്ലയൻറ്റ് 100 കൊടുത്തു. യൂസർ നെയിമിൽ നമ്മൾ ആ കോപ്പി ചെയ്തെടുത്ത് യൂസർ നെയിം ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കും. ഇപ്പം നമ്മൾ തന്നെയാണെങ്കിൽ നമ്മൾ തന്നെ. അപ്പം
നമ്മളുടെ ഓൾറെഡി അവിടെ ഉണ്ടാവും. ഇനി വേറെ യൂസർ ആണെങ്കിൽ യൂസറിൻ്റെ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ സെർച്ച് കൊടുക്കുക. സെർച്ച് കൊടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ യൂസർ ഏതൊക്കെ ടേബിൾ ഓക്യുപ്പൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ടേബിൾ വാല്യൂ നോക്കിയിട്ട് വേണമെങ്കിൽ എടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ ടേബിൾ വാല്യൂ റീഡ് ചെയ്തിട്ട് വേണം അത് അൺലോക്ക് ചെയ്യാമെന്നാണ് പറയുക. കാരണം എല്ലാം കൂടെ അൺലോക്ക് ചെയ്യേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. നമുക്ക് പർട്ടിക്കുലർ ടേബിൾ, പക്ഷേ ഈ ടേബിൾ വാല്യൂ റീഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഈ ഒരു സ്റ്റേജ് നിങ്ങൾക്ക് അത് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ സെലക്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. സെലക്ട് ഓൾ കൊടുത്തിട്ട് ഇവിടെ ഡിലീറ്റ് എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ വേണമെങ്കിൽ ഒരു ഡിലീറ്റ് എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ തിരിച്ച് ഇതിലേക്ക് തന്നെ വരാം. എന്നിട്ട് അവിടെ ടേബിൾ വ്യൂവിൽ ഡിസ്പ്ലേ ചേഞ്ച് എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് എനേബിൾ ആയതായിട്ട് കാണാൻ പറ്റും. ഇപ്പം നിങ്ങൾക്കത് ഇനിയിപ്പോൾ അവിടെ യൂസർ ഉണ്ടാകില്ല. ഇപ്പോൾ അവിടെ യൂസർ പോയി, മീൻസ് അത് നിങ്ങൾക്കത് എനേബിൾ ആയി കിട്ടി. ഇപ്പം നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്കത് ഈ കോളം എനേബിൾ ആയതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ എല്ലാ കോളങ്ങളും എഡിറ്റബിൾ ആണ്. ഒന്നുകൂടെ പറയാം, ഞാൻ ഒന്നുകൂടി ഒന്നുകൂടി ഞാനത് ലോഗിൻ ചെയ്യാം. ഒന്നുകൂടി ഞാൻ OBY6 തന്നെ ലോഗിൻ ചെയ്തിട്ടുണ്ട്. /OOBY6 തന്നെ ലോഗിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിസ്റ്റം എന്നോട് ഒന്നും കൂടെ വാണിംഗ് തരുന്നത് ഓൾറെഡി യൂസർ ലോക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ ഞാൻ ചെയ്യേണ്ടത് ഈ യൂസറിൻ്റെ പേര് കോപ്പി ചെയ്തെടുക്കുക. എന്നിട്ട് S കൊടുക്കുക. മീൻസ് നിങ്ങൾ ആ വിൻഡോയിലേക്ക് ലോഗിൻ ചെയ്യണം. വിൻഡോയിൽ ലോഗിൻ ചെയ്തിരുന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് /OSM12 മറ്റൊരു സ്ക്രീനിലേ ഓപ്പൺ ചെയ്യാവുള്ളൂ. നിങ്ങൾ ഇതിൽ തന്നെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് അവിടെ യൂസർ വേറെ വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മറ്റൊരു സ്ക്രീനിൽ ഓപ്പൺ ചെയ്യാവുള്ളൂ. /O കൊടുത്ത് SM12 കൊടുത്തിട്ട് സെലക്ട് ചെയ്യുക. ഈ യൂസർ നെയിമിൽ അയാളുടെ യൂസർ നെയിം പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെർച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ലിസ്റ്റിൽ കാണാൻ പറ്റും അയാളുള്ള ടേബിൾ ഏതാണെന്നുള്ളത്. അപ്പോൾ ആ ടേബിൾ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുക്കുക. ഡിലീറ്റ് ചെയ്തിട്ട് ഡിലീറ്റ് ഒന്നുകൂടെ കൊടുക്കുക. അപ്പോൾ ആ ടേബിൾ ലിസ്റ്റുള്ള എല്ലാ ലൈനായിട്ടും ഡിലീറ്റ് ആയിട്ടുണ്ടാകും. അപ്പോൾ അല്ലെങ്കിൽ സെലക്ട് ഓൾ കൊടുത്ത് ഡിലീറ്റ് ചെയ്താലും മതി. തിരിച്ച് നമ്മൾ ഓപ്പൺ ചെയ്ത വിൻഡോയിലേക്ക് തിരിച്ചു വരിക. ഇവിടെ വന്നിട്ട് ഈ ടേബിൾ വ്യൂവിൽ ഡിസ്പ്ലേ ചേഞ്ച്, അതായത് Ctrl+F1 ആണ് കീ. ഡിസ്പ്ലേ ചേഞ്ച് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി മറ്റൊരു യൂസറാണ്. ഇപ്പോൾ ഞാൻ പോയപ്പോൾ മറ്റൊരു യൂസർ അവിടെ കയറി 30 കയറി. അപ്പോൾ ഞാനപ്പോൾ അയാളെ തന്നെ എടുക്കാം. ഓൾറെഡി അഗെയിൻ അത് ലോക്ക്ഡ് ആണ്. 30 ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന് കണ്ടിന്യൂ കൊടുത്ത് ഇവിടെ വെയിറ്റ് ചെയ്തു. കണ്ടിന്യൂ കൊടുത്തു. അഗെയിൻ ഞാൻ ഇതിലേക്ക് തന്നെ തിരിച്ചു വന്നു. സെർച്ച് കൊടുത്തു. അപ്പോൾ ആ യൂസർ ആ ടേബിൾ മാത്രമേ ഉപയോഗിക്കുന്നു. ടേബിൾ T001 ആണ് ടേബിൾ. ഇത് കോമൺ ടേബിളാണ് T001. ആ ടേബിൾ മാത്രമേ ഉപയോഗിക്കുന്നത്. ഞാൻ ഡിലീറ്റ് കൊടുത്തു. ഡിലീറ്റായി. തിരിച്ച് ഞാനിവിടെ വന്നു. ഡിസ്പ്ലേ ചേഞ്ച് കൊടുത്തു. അത് എനേബിൾ ആയിട്ടുണ്ടാവും. ഞാൻ ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ എനിക്കറിയാം ഇത് എനേബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് യൂസേഴ്സ് ഉണ്ടെങ്കിൽ ബ്രേക്ക് ചെയ്യാം. നോർമലി ചില സ്ക്രീനുകൾ ഇപ്പോൾ അയാൾക്കും ചിലപ്പോൾ പാരലൽ ഉപയോഗിക്കാൻ പറ്റും. നമ്മളിങ്ങനെ ബ്രേക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ അയാൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അയാൾ തിരിച്ച് നമ്മളെ തിരിച്ച് നമ്മളെയും എക്സിറ്റ് അടിക്കുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വന്ന ഉടനെ കാണുമ്പം സ്കിപ്പ് ചെയ്യേണ്ട. ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾ അയാൾ ലീവ് ആകുന്നുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് ചെയ്താൽ മതി. ചില സ്ക്രീന് മൾട്ടി യൂസറിൽ എനേബിൾ ആയി കിട്ടും, ചില സ്ക്രീന് സിംഗിൾ യൂസറുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കിയിട്ട് ചെയ്താൽ മതി. നോക്കിയിട്ട് സ്കിപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അത് T കോഡ് ഞാനിവിടെ എൻ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് T കോഡ്. അൺലോക്ക് ടേബിൾ SM12 ആണ് അതിൻ്റെ T കോഡ്. അത് ആ യൂസർ നെയിം അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാനിന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇത്രയാണ്. ഒന്ന് ഞാൻ നമ്മുടെ പോസ്റ്റിംഗ് പീരീഡ് വേരിയൻറ്റിനെ കുറിച്ച് പറഞ്ഞു. പോസ്റ്റിംഗ് പീരീഡ് വേരിയൻറ്റ് നമ്മൾ സ്ക്രാച്ച് തൊട്ടേ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുകയോ ചെയ്ത്. അപ്പം ഒരു പോസ്റ്റിംഗ് പീരീഡ് 2 പോസ്റ്റിംഗ് പീരീഡ് വേരിയൻറ്റ് ഇപ്പോൾ ഞാൻ എൻ്റെ കമ്പനിക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. TT01 02. അതിനുശേഷം ഞാനത് കമ്പനിക്ക് വേണ്ടി അസൈൻ ചെയ്തു. അതിനുശേഷം അതിനകത്ത് ഏത് പീരീഡാണ് ഓപ്പൺ ചെയ്യേണ്ടത്, ഏത് പീരീഡാണ് ഓപ്പൺ ചെയ്യേണ്ടത് മാത്രം. ക്ലോസ് ചെയ്യേണ്ടത് പറയണ്ട. കാരണം ഓപ്പൺ ചെയ്യണമെന്ന് പറയുമ്പോൾ സിസ്റ്റം ഓട്ടോമാറ്റിക് എടുത്ത് ക്ലോസ് ചെയ്യേണ്ട സിസ്റ്റം അസ്യൂംഡ് ആണ്. അപ്പോൾ സിസ്റ്റം അത് ക്ലോസ് ചെയ്യും. അതുപോലെ തന്നെ സ്പെഷ്യൽ പോസ്റ്റിംഗ് പീരീഡിൻ്റെ കേസിൽ നമ്മൾ പറയും അത് 13 to 16 പ്രീവിയസ് ഇയർ നമ്മൾ ഫ്രോസൺ ആക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓപ്പൺ ആക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി അത് നമ്മുടെ കമ്പനി കോഡിലേക്ക് നമ്മൾ അസൈൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. K4 സ്പെഷ്യൽ ഇത് ഉണ്ടോ? ഇല്ലല്ലോ. K4 സ്പെഷ്യൽ ഉണ്ട്. K4 12+4 തന്നെയാണ്. അതാ നമ്മളെ ഫിസിക്കൽ ഒരു വേരിയൻ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ. അപ്പോൾ അതിനകത്ത് K4-നകത്തും OB52 അല്ലേ T കോഡ്? OB52 ആണ് തോന്നുന്നു.
പോസ്റ്റിംഗ് ഫിസിക്കൽ വേരിയൻറ്റ് OB29. K4ലും ഇങ്ങനെ തന്നെ എക്സ്പ്ലനേഷൻ വന്നേക്കുന്നത്. അതായത് കലണ്ടർ ഇയർ 4 സ്പെഷ്യൽ. ഇവിടെ നോക്കുന്ന കൗണ്ട് ഇവിടെ അറിയാൻ പറ്റും. 12 പ്ലസ് സ്പെഷ്യൽ പീരീഡ് 4. നോർമലി എല്ലാത്തിനും 4 ഉണ്ട്. വളരെ റെയർ കേസിൽ മാത്രമേ നമ്മൾ V3യും K4 ആണെങ്കിൽ അതിൻ്റെ ഒരു ഇതിനകത്ത് 4 ഉണ്ട്. 12 പ്ലസ് 4 ആണ് ഉപയോഗിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് അസൈൻ ചെയ്ത് കൊടുക്കും. പിന്നെ നമ്മൾ ഫിസിക്കൽ വേരിയൻറ്റിന് ശേഷം നമ്മൾ പോസ്റ്റിംഗ് പീരീഡ് വേരിയൻറ്റിന് ശേഷം നമ്മൾ പറഞ്ഞത് ഫീൽഡ് സ്റ്റാറ്റസ് വേരിയൻ്റ് ആണ്. ഫീൽഡ് സ്റ്റാറ്റസ് വേരിയൻറ്റ് ഫീൽഡുകളെ എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നുള്ളതാണ് ഫീൽഡ് സ്റ്റാറ്റസ് വേരിയൻറ്റിൽ പറഞ്ഞത്. അപ്പോൾ അവിടെ നമുക്ക് കൺട്രോൾ കിട്ടുന്നത് ഈ 4 കൺട്രോൾ, അതായത് റിക്വേർഡ്, ഓപ്ഷണൽ, സപ്രസ്ഡ്, ഡിസ്പ്ലേ. ഈ 4 കൺട്രോളാണ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫീൽഡ് സ്റ്റാറ്റസ് വേരിയൻ്റ് എടുത്തപ്പോൾ അവിടെ ഡിസ്പ്ലേ കാണില്ല, പക്ഷേ ഡിസ്പ്ലേ അതിനകത്തുണ്ട്. അത് വേറൊരു ഏരിയയിൽ നിന്ന് അത് ഡിസ്പ്ലേ കൺട്രോൾ വരുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു 3 ഏരിയയിൽ നിന്ന് നമുക്കിത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതുകൊണ്ട് ചില സമയത്ത് ഇത് മിസ്മാച്ച് വരാൻ സാധ്യതയുണ്ട്. ഒരു ബഗ് വരാൻ സാധ്യതയുള്ള ഏരിയയാണ് കോൺഫിഗറേഷനിൽ. ബഗ് വരാൻ സാധ്യതയുള്ള ഏരിയയാണ് ഈ ഫീൽഡ് സ്റ്റാറ്റസ് വരുന്നത്. പ്രോപ്പറായിട്ട് കോൺഫിഗർ ചെയ്തില്ലെങ്കിൽ യൂസർ ലെവലിൽ ബഗ്ഗുകൾ വരും, എറേഴ്സ് വരും. അപ്പോൾ അവർക്ക് ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം എവിടെയൊക്കെ ഇവിടെ നിന്നൊക്കെയാണ് ഇത് നിങ്ങൾക്ക് ഫീൽഡുകളെ കൺട്രോൾ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ചെയ്യാൻ പറ്റും. അത് GL ലെവലിലും ഗ്രൂപ്പ് ലെവലിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പല ലെവലിൽ നിന്ന് ട്രാൻസാക്ഷൻ ലെവലൊക്കെ ഇത് ചെയ്യാൻ പറ്റും. ഈ ഫീൽഡുകളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ മൾട്ടി സ്റ്റേജ് ഉണ്ട്. അപ്പം ഈ കൺട്രോളുകളെ കുറിച്ചൊന്ന് ഓർത്തിരിക്കുക. ഓപ്ഷനിലാക്കാം, റിക്വേർഡ് ആക്കാം, സപ്രസ് ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്പ്ലേ ഈ 4 കൺട്രോളുകൾ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും.